നാടകം ഉയരായ അപ്പൻ S.J. ദേവിന്റെ അതേ പാതയിൽ പതിയെ നടന്നു തുടങ്ങിയ ചേർത്തലക്കാരൻ. കർട്ടന്റെ മുന്നിലും പിന്നിലും രാപ്പകൽ ഭേദമന്യേ പല റോളുകളിൽ പണിയെടുത്ത ആ കുട്ടി നാടക പ്രണയി പതുക്കെ പതുക്കെ നാടകരംഗത്തെ സൂപ്പർ താരമായില്ലെങ്കിൽ എന്താണ് അത്ഭുതം. ഒരു നാടകവണ്ടിയുടെ മുൻ സീറ്റിലിരുന്ന് തന്റെ ചേർത്തല ജൂബിലി തിയേറ്റേഴ്സിന്റെ ജീവാത്മാവും പരമാത്മാവുമായ ആ മനുഷ്യൻ നടത്തിയ പരശതം നാടകയാത്രകൾക്കൊടുവിൽ നാടകരംഗത്ത് അദ്ദേഹത്തെ സൂപ്പർ താരമാക്കിയ ഒരു കഥാപാത്രം പിറന്നു വീണു. കാട്ടുകുതിര. മലയാള സിനിമയിലെ വില്ലൻ നിരയിലെ രാജൻ പി ദേവ് യുഗത്തിന് പിറവി നൽകിയ കാർലോസിലേക്കുള്ള കാസ്റ്റിംഗ് കൂടിയായിരുന്നു കാട്ടുകുതിരയിൽ സംഭവിച്ചത്. ക്രൂരരും രസികനുമായ വില്ലൻ ടെംപ്ലേറ്റുകളുടെ എക്കാലത്തെയും ടെക്സ്റ്റ് ബുക്കായ കാർലോസിൽ നിന്നും സ്വഭാവ നടനും സഹനടനും ടൈറ്റിൽ ക്യാരക്ടറുകളുമൊക്കെയായി കരിയർ മിനുക്കുമ്പോഴും കാലം കൈയടിക്കുക തന്നെയായിരുന്നു അഭിനയ ശൈലിയിലെ ആ രാജപ്രഭാവത്തിൽ. കഥാപാത്ര വൈവിധ്യങ്ങളിലൂടെ 2 പതിറ്റാണ്ട് കാലം ദക്ഷിണേന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിന്ന പ്രതിഭാധനൻ. മണിമല വക്കച്ചനും അനിയൻ ബാവയും IG രാജൻ ഫെലിക്സും തൊമ്മനും പാമ്പ് ചാക്കോച്ചനുമെല്ലാമായി മലയാളികളുടെ ഹൃദയത്തിൽ എക്കാലത്തും ഇടം നേടിയ ഒരാൾ. ഓർമ്മയിലെന്നും രാജൻ പി ദേവ്. ചരാചരങ്ങളുടെ സൗഖ്യത്തിനായി പൂജയും പ്രാർത്ഥനയുമായി കഴിയുന്ന ഒരു എളിയവൻ. പ്രേമേന്ദ്രന്റെ പേരുള്ള പശക നീ പുറത്തെടുത്താലുണ്ടല്ലോ, കനലൂതിക്കോ, കൈവെള്ളയിലിട്ട് പ്രാച്ചിത്തം ചെയ്യ. പഞ്ചായത്തില് നീ ഇത് കണ്ടോ? നമ്മുടെ വീടിന്റെ ആധാര അസ്ഥികൂടത്തിന്റെ പടം എല്ലാരും വരച്ചോണ്ട് വന്നിട്ടുണ്ടോ? കാണിച്ചോ? മലയാളം മതി. രാവിലെ ഇംഗ്ലീഷ് ചീത്ത വിളിച്ച് നാ കൊടുക്കേണ്ട കൊച്ചനെ നിർത്താടി കൊച്ചെ. സുഖം പിടിച്ചു വരുമ്പോഴാ ഒരു എടാ, നിന്റെയൊക്കെ തലവട്ടം കണ്ടപ്പോഴേ എനിക്ക് കഷ്ടകാലം തുടങ്ങിയല്ലോ. കയ്യും കാലം തളർന്നുപോയി. അല്ലെങ്കിൽ പേപ്പട്ടിയെ കൊല്ലണമാതിരി അവനെ ഞാൻ തല്ലി കൊന്നേനെ. ഈ തുറയിലെ പുരുഷനും സ്ത്രീയുമല്ലാത്ത നപുംസക ജന്മം കടലമ്മ കാണുന്ന അപശകുനും അവനാണ്. നാടകവും സിനിമയും അടങ്ങുന്ന രാജൻ പി ദേവിന്റെ അഭിനയ വഴിയിലെ സഹയാത്രികൻ. എഴുതിയ ഒട്ടുമിക്ക സിനിമകളിലും രാജൻ പി ദേവ് എന്ന അതുല്യ പ്രതിഭയ്ക്ക് മികച്ച കഥാപാത്രങ്ങൾ നൽകിയ ഒരാൾ. എനിക്ക് നിങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട അദ്ദേഹത്തെ ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹൃദയപൂർവ്വം സ്വാഗതം, ബെന്നി പി നായരമ്പലം. ബെന്നി ചേട്ടാ, സ്വാഗതം. ഓർമ്മയിലെന്നും രാജൻ പി ദേവ് എന്ന് പറയുന്ന ഈ ലക്കത്തിലേക്ക്. ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ രാജൻ പി ദേവ് സാറിനും ബെന്നി ചേട്ടനും ഒരു നാടകത്തിന്റെ വലിയ പാരമ്പര്യമുണ്ട്. ഇടയ്ക്ക് 2 നാടകം ചെയ്തു, അതേ സിനിമയിലൊന്നും അങ്ങനെയല്ല. ഒരുപാട് വർഷത്തെ നാടക പാരമ്പര്യമുണ്ട്, നാടക ബന്ധങ്ങളുണ്ട്. അപ്പം സിനിമയിലെത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടോ, പരിചയപ്പെട്ടിട്ടുണ്ടോ നാടകവുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും. അതായത് രാജേട്ടൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സമയത്ത് കാട്ടുകുതിര എന്ന് പറയുന്ന ഒരു നാടകം ഭയങ്കര ഹിറ്റാണെന്ന് ഇങ്ങനെ കേട്ടു. അന്ന് നാടക ഭ്രാന്തായിട്ട് നടക്കുന്ന കാലമാണ്. അപ്പം അന്ന് നാടകങ്ങൾ, ഗംഭീര നാടകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലതും. KPSCയുടെ നാടകങ്ങളൊക്കെ അന്ന് വളരെ ഇഷ്ടപ്പെട്ട നാടകങ്ങളായിരുന്നു. പക്ഷെ സൂര്യസോമയുടെ കാട്ടുകുതിര എന്ന് പറയുന്നത് ഭയങ്കര വൈറൽ സംഭവമായിരുന്നു അന്ന്. അതായത് കോമഡിയിലൂടെ ഭയങ്കര ഒരു കൊമേഴ്സ്യൽ ഹിറ്റ്, ഒരു ബമ്പർ ഹിറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഭയങ്കര ജനപ്രിയ. അന്നത്തെ അവസ്ഥ വൈറൽ എന്നുള്ള വാക്കില്ല, അന്നത്തെ വൈറൽ, അന്നത്തെ വായ കൊണ്ട് പറഞ്ഞ് അറിഞ്ഞൊക്കെയാണ്. അപ്പൊ അത് ഒരു അന്ന് ഒരു മമ്മൂക്ക, മോഹൻലാൽ എന്നൊക്കെ പറയുന്ന ഒരു ഇമേജ് പോലെ ഒരു നാടക നടന ജനം തിരിച്ചറിയുകയും അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നു. കൊച്ചുവാവ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് ചെയ്യുന്ന അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ട് ഇതൊന്ന് കാണണമെന്നുള്ള ആവേശത്തിൽ ഞാനൊരു ഓപ്പൺ സ്റ്റേജിൽ കാട്ടുകുതിര നാടകം കാണുകയാണ്. അന്നാണ് രാജേട്ടനെ സ്റ്റേജിൽ വെച്ച് ആദ്യമായിട്ട് കാണുന്നത്. അത് ഗംഭീരമായിട്ട് ചിരിയും കയ്യടിയൊക്കെ പ്രേക്ഷകർ നിറഞ്ഞ സദസ്സിൽ കയ്യടിച്ച് കണ്ട ഒരു നാടകമാണ്. ആ നാടകം കണ്ടതോടെ തന്നെ നമുക്ക് ഭയങ്കര ആരാധന ഈ പുള്ളിയോട്. കാരണം ഒരു സ്റ്റേജിൽ നിന്നിട്ട് ലൈവായിട്ട് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ 2-2.5 മണിക്കൂർ അതൊരു അത്ഭുതം തന്നെയായിരുന്നു. അന്നാണ് രാജേട്ടനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. എന്ന് പരിചയപ്പെടാനൊന്നും സാധിച്ചില്ല. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പല നാടകങ്ങളും നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സൂര്യസ്വാമിന്ന് പോകുന്നതിന് ശേഷം പിന്നെ പുള്ളി ഹരിശ്രീ തിയേറ്റേഴ്സിലാണ് അഭിനയിച്ചത്. അവിടെ മുല്ലപ്പൂക്കൾ ചുവന്നപ്പോൾ എന്ന് പറയുന്ന നാടകം, കുരുത്തോല കൊണ്ടൊരു കൊട്ടാരം, ഈ 2 നാടകങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ കളിപ്പിച്ചു. ആ സമയത്ത് ഞാൻ നേരിട്ട് ചെന്ന് പുള്ളിനെ പരിചയപ്പെട്ടു.
അപ്പോൾ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറുന്നൊരു സ്വഭാവമാണ് പുള്ളി. എന്താണ് എന്ത് ചെയ്യണം, പഠിക്കണം എന്നൊക്കെ ചോദിച്ച് അങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് പുള്ളിനെ കണ്ടുമുട്ടുന്നത്, ഒരു സൗഹൃദം ഉണ്ടാകുന്നത്. ഇരിക്കാം. അങ്ങനെ വേദിക്ക് ബാക്കിൽ വെച്ച് പരിചയപ്പെടുന്നു, നിങ്ങൾ തമ്മിലൊരു ചെറിയ സൗഹൃദം ഉണ്ടാകുന്നു. പക്ഷെ പിന്നീട് ബെന്നിച്ചേട്ടൻ എപ്പോഴാണ് രാജൻ പി ദേവ് സാർ ട്രൂപ്പ് തുടങ്ങിയത്? എപ്പോഴാണ്? അതായത് ഹരിശ്രീ തിയേറ്റേഴ്സിൽ നിന്ന് 1 കൊല്ലോ 2 കൊല്ലോട്ട് അഭിനയിച്ചെന്ന് തോന്നുന്നു. അതിന് ശേഷം രാജേട്ടൻ സ്വന്തമായിട്ട് തുടങ്ങുന്ന തിയേറ്ററാണ് ജൂബിലി തിയേറ്റേഴ്സ് ചേർത്തല. അതെ. അവരുടെ ആദ്യത്തെ നാടകം എൻ്റെ ഓർമ്മയിൽ ആദിത്യമംഗലം ആര്യവൈദ്യശാല എന്ന് പറയുന്ന നാടകമായിരുന്നു. CK ശശി എന്ന് പറയുന്ന നാടകത്താണ് അത് എഴുതിയത്. അതും ഹിറ്റായിരുന്നു. അങ്ങനെ ജൂബിലി തിയേറ്റേഴ്സ് എസ്റ്റാബ്ലിഷായി അത് ഇങ്ങനെ നല്ല നാടകങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ നാടകങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കളിപ്പിക്കും. അവരായിട്ടനെ കാണും, ഗ്രീൻ റൂമിൽ ചെന്ന് വർത്താനം പറയും. അങ്ങനെ ഒരു ബന്ധമാണ് അത് തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതായത് സ്റ്റേജിന്റെ ബാക്കി വെച്ച് പരിചയപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ആ ബന്ധം കുറച്ച് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. അതിനുശേഷം ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് എഴുത്ത് തുടങ്ങിയ ഒരു സമയമാണ്. ഏകാംഗ നാടകങ്ങൾ എഴുതിയിട്ടുള്ള പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ഏകാംഗ നാടകം ഭയങ്കര കോമഡിയിലൂടെ ഹിറ്റായിരുന്നു. അത് ആ പ്രദേശത്ത് പള്ളിയിലും അമ്പലത്തിലൊക്കെ കളിച്ചു. അതിന്റെ പേരെന്തായിരുന്നു? അത് ജാക്കി സാഗർ അന്തപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കിറ്റ് മോഡൽ. അന്ന് ഈ TV ചാനലിലൊന്നും ഇല്ലാത്ത കാലമാണ്, ആകെ ദൂരദർശൻ മാത്രമല്ലേ ഉള്ളു. അപ്പൊ ഒരു സ്കിറ്റ് ലൈനുള്ള പരിപാടിയായിരുന്നു. അനൗൺസ്മെന്റ് തൊട്ട് കോമഡിയാണ്. അപ്പൊ അത് ഭയങ്കര ശരി കിട്ടിയ പരിപാടി ആയതുകൊണ്ട് ഈ രാജേട്ടന്റെ ട്രൂപ്പിന്റെ ഒരു സെക്രട്ടറി ജേക്കബ് ഞാറക്കൽ, അദ്ദേഹം നടനുമാണ്. അപ്പൊ അദ്ദേഹമായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഞാറക്കക്കാരനായതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ചെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു ബന്ധമുണ്ട്. അപ്പോൾ ജയിക്കപ്പേട്ടനാണ് എന്നോട് ഒരു തവണ വന്ന് പറയുന്നത്, എടാ നിന്റെ ഒരു നാടകം ഭയങ്കര ഹിറ്റാന്ന് കേട്ടല്ല, കോമഡി, അതൊരു 2 മണിക്കൂറാക്കി വലുതാക്കി എഴുതാൻ പറ്റുമോ? രാജൻ പി ദേവിന് ഈ വർഷത്തെ നാടകം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓഫർ ഇങ്ങോട്ട് കിട്ടിയത് എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് 2 മണിക്കൂറാക്കിയാലും രാജേട്ടന് പറ്റിയ ഒരു ക്യാരക്ടർ അതിൻ്റെ അകത്തില്ല. രാജേട്ടനെ കണ്ടുകൊണ്ട് എഴുതിയാലേ അങ്ങനെയുള്ള ഒരു സംഭവം റെഡിയാവുള്ളൂ എന്ന് പറഞ്ഞു. അന്നാ നീ എഴുത്, രാജൻ പി ദേവിനെ കണ്ടിട്ട് നീ ഒരു സാധനം എഴുതുന്നു, ഇങ്ങോട്ട് ഓഫർ കിട്ടണേ. അതൊരു പെരുന്നാളിൻ്റെ അന്നൊരു നേർച്ച സദ്യയുടെ സമയത്താണ് അത് അദ്ദേഹത്തെ കാണുന്നത്, ഈ ഓഫർ കിട്ടുന്നത്. അപ്പം എനിക്ക് ആവേശമായി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എടുക്കോ? എടുക്കാം. അത് അന്നപ്പോൾ CK ശശി എന്ന് പറയുന്ന നാടകത്തുണ്ട്. അദ്ദേഹം ഭയങ്കര തിരക്കായിട്ട് 10-15 നാടകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നാടകം ജസ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, അമ്പാട്ടുപറമ്പിൽ അപ്പുണ്ണിമാമൻ എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ സ്ക്രിപ്റ്റ് കിട്ടാതിരിക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ഒരു ഓഫർ പറഞ്ഞിട്ടുണ്ട്, കിട്ടി. അപ്പം ഞാനിത് എടുക്കുമെന്നറിയില്ല, എങ്കിലും ഞാനത് ഇരുന്ന് എഴുതാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ രാജൻചേട്ടന് പറ്റിയൊരു കഥാപാത്രത്തെ കണ്ടെത്തി അങ്ങനെ ഒരു കുടുംബകഥ എഴുതി. ആദ്യമായിട്ട് ഒരു 2 മണിക്കൂർ മിച്ചമുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതുകയാണ്. അതെ, ആദ്യമായിട്ട്. ആ ഏകാംഗമാണ് ആകെ എഴുതിയേക്കുന്ന ഒരു പരിചയം. അതെ, ഒരു പ്രൊഫഷണൽ നാടകങ്ങൾ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മാത്രമല്ല. അന്ന് പ്രിന്റഡ് നാടകങ്ങളൊന്നും അധികം വായിച്ചിട്ടുമില്ല, ചെറിയ ഏകാംഗ നാടകങ്ങളൊക്കെ വായിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇന്റർവെൽ വരെ എഴുതിയിട്ട് ഞാൻ നിർത്തി, കാരണം ഇത് എടുക്കുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ ഇന്റർവെൽ വരെ എഴുതിയെന്ന് പറഞ്ഞിട്ട് ഒരു അടുത്ത സ്റ്റേജിൽ ഇതുപോലെ തന്നെ സ്റ്റേജിന്റെ പിന്നാമ്പുറത്ത് ഗ്രീൻ റൂമിൽ ചെന്ന് പറഞ്ഞ്, അപ്പോൾ ജയിക്കപ്പെട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഇവനാണ് നാടകത്ത് ഞാൻ പറഞ്ഞ ആൾ എന്ന് പറഞ്ഞു. നീ എഴുതിയിട്ടുണ്ടാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇന്റർവെൽ വരെ എഴുതി എന്ന് പറഞ്ഞു. എന്നാൽ നീ പൂർത്തിയാക്ക്, എന്നിട്ട് ഒരു ഡേറ്റ് കുറിച്ച് വെച്ച് ജൂൺ 2, 8 അങ്ങനെ ഒരു തീയതി ഡയറിയിൽ എഴുതിയിട്ട് പറഞ്ഞ്, നാടകങ്ങളുടെ സീസൺ ഈ സമയത്ത് അവസാനിക്കും, അപ്പോഴേക്ക് നീ ചേർത്തല വന്നാൽ മതി, നമുക്ക് നാടകം വായിച്ച് കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ജൂൺ മാസം ആകാൻ വേണ്ടി കാത്തിരുന്നു. ചില ഏറ്റവും പുതിയ കാണുന്ന ആളുകൾക്ക് ഈ നാടകങ്ങളുടെ സീസൺ എന്നുള്ള വാക്ക് കണക്ട് ചെയ്തില്ലെങ്കിൽ അത് ഏതാണ്ടൊരു ക്രിസ്മസ് തൊട്ട് ഉത്സവകാലം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെയൊക്കെയാണ് നാടകങ്ങളെ. മെയ് വരെ കളിക്കും. അത് കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ മഴക്കാലാകുമ്പോൾ അടുത്ത കൊല്ലത്തേക്കുള്ള നാടകം. ഈ സമയത്തൊരു ഹിറ്റായ നാടകം ഒരു മാസം 25-26 നാടകം മിനിമം. ബാക്കി യാത്രയ്ക്ക് സമയമില്ലാണ്ട് പോകും. ഞാൻ 60 നാടകം ദിവസം 2 വെച്ച് 60 നാടകം കളിക്കും ദിവസം. 2 നാടകമാണ്. കാരണം ഒരു ഫൈനാൻസ് സൊസൈറ്റിയിൽ ഒരു 6:30-7 മണിക്ക് ഒരു ഷോ ഉണ്ടാവും, അത് കഴിഞ്ഞ് 10-10:30 ഒരു 2 നാടകം കളിക്കാത്ത ദിവസങ്ങൾ കുറവാണ്. അതാണ് നാടക സീസൺ. അതെ. അത് കഴിഞ്ഞിട്ട് ജൂണിൽ ഞാൻ ചെല്ലും ചേർത്തലയിൽ ഇതുപോലെ ബസ് കയറി ചെല്ലുമ്പോൾ രാജേട്ടൻ ആശുപത്രിയിലാണെന്ന് അറിയുന്നത്. ഒരു ബൈക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് എക്സ്റേ ഹോസ്പിറ്റലിൽ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ഓട്ടോറിക്ഷ പിടിച്ച് വന്ന് അവിടെ ചെന്നപ്പോൾ റൂമിൽ കാലൊക്കെ ഇങ്ങനെ പൊക്കി കെട്ടി ശാന്തമ്മ ചേച്ചിയുണ്ട്. അപ്പോൾ എടാ നീ വന്ന ദിവസം ഇങ്ങനെയായിപ്പോയി. ഞാൻ പറഞ്ഞു നാടകം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. നീ ഇതുവരെ വന്നതല്ലേ, ഏതെല്ലാം ഡോറിൻ്റെ കുറ്റി ഇട്ടിട്ട് വായിക്കുന്നു പറഞ്ഞു. ഞാൻ വെറുതെ കിടക്കുന്നു പറഞ്ഞു.
അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിലെ മുറിയുടെ ഡോറിൻ്റെ കുറ്റി ഇട്ടിട്ട് അവിടെ ഇരുന്നിട്ട് നാടകം വായിക്കും. അപ്പം ഞാനൊരു ക്രമത്തിലുള്ള ഒരു ലെഡ്ജർ പോലത്തെ പുസ്തകത്തിലൊന്നല്ല എഴുതിയേക്കണം. ഞാൻ ഈ പഠിക്കുന്ന പുസ്തകത്തിൻ്റെ ബാക്കി പേജുകളിൽ എഴുതിയിട്ട് ഒരു 4-5 നോട്ട് ബുക്ക് ഉണ്ട്. അപ്പോൾ നീ ഇതിലൊക്കെയാണ് എഴുതിയേക്കണം. ഞാൻ പറഞ്ഞു ഫുൾ സ്കാപ്പ് പേപ്പറൊന്നും മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിലറിയാതിരിക്കാൻ വേണ്ടി പഠിക്കുന്ന പുസ്തകത്തിൻ്റെ പുറകിൽ നാടകം എഴുതിക്കൊണ്ടിരിക്കുക. ഞാനപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് നാടകം വായിക്കുന്നു. നാടകം വായിച്ച് അതിലെ കോമഡി ആക്കുമ്പോൾ പുള്ളി ചിരിക്കുമ്പോൾ കാലനങ്ങുമ്പോൾ വേദനിക്കും. അപ്പോൾ ശാന്തമ ചേച്ചി പറയും അനങ്ങാതെ കിടക്ക്, നാടകം പിന്നെ വായിക്കുക എന്ന് പറയും. അപ്പോൾ പറയില്ല വായിക്കട്ടെ എന്ന് പറയും. മുഴുവൻ ഇൻ്റർവെൽ വരെ നാടകം എഴുതിയത് വായിച്ചു കിട്ടിയപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പി ആയി. പുള്ളി പറഞ്ഞു പിന്നെ ഇൻ്റർവെലിന് ശേഷം എങ്ങനെ പോകുന്നപ്പോൾ ഞാൻ ഏകദേശം ഒരു രൂപം പറഞ്ഞു. അപ്പോൾ നീ അത് മുഴുവനാക്കിയിട്ട് നമുക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒന്നും കൂടി വായിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആവേശമായി. കാരണം ഇൻ്റർവെൽ വരെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ട് നാടകം പൂർത്തിയാക്കിയതിന് ശേഷം ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് അന്ന് ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സദസ്സുണ്ട്. പുള്ളിയുടെ കൂട്ടുകാർ PP സാർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു 5-8 പേരുടെ സംഘത്തിന്റെ നടുവിലാണ് നാടകം വായിക്കാനിരിക്കുന്നത്. അതെ. അന്നെന്ന് പറഞ്ഞാല് എന്നെ കണ്ടു കഴിഞ്ഞാല് എന്ന് പറഞ്ഞാല് ഞാൻ ഡിഗ്രി പാസ്സായി ജസ്റ്റ് നിൽക്കുന്ന പ്രായമാണ്. അപ്പൊ എന്നെ കണ്ട ഒരു നാടകത്തിന്റെ ലുക്കോ ഒന്നുമില്ല. ഒരു പയ്യൻ ഇങ്ങനെ ചാൻസ് വെച്ചു. നാടകത്തിന് പൊതുവെ ഒരു ബുദ്ധിജീവി ലുക്കും ചില പ്രത്യേക താടിയും ബീഡിയൊക്കെ വേണം. നാടകൃത്ത് എന്ന് പറഞ്ഞാല് താടിയും മുടിയും മിഷൻ ജുബയൊക്കെ ഇട്ട് തോൾസഞ്ചി എന്നൊക്കെ പറയുന്ന ഒരു കാരിക്കേച്ചറാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് എന്റെ പ്രായമുള്ള നാടകൃത്തുക്കളൊന്നും ഇല്ലെന്ന്. അപ്പൊ എനിക്ക് ഈ 19 വയസ്സാണെന്ന്. അപ്പൊ എന്നെ കണ്ടപ്പോ തന്നെ ഈ രാജേട്ടന്റെ കൂട്ടുകാർ പറഞ്ഞു രാജൻ വീണ്ടും അപകടത്തിൽ ചാടാൻ പോവുകയാണ്. അത് പിന്നീട് അവർ തന്നെ പറഞ്ഞ ഏതൊരു പയ്യന്റെ ഏത് സംഭവം എടുക്കാൻ പോണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാടകം വായിച്ച് ഇതിലെ ഹ്യൂമറൊക്കെ വർക്കായി ഇവരൊക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഇവർ പരസ്പരം മുഖത്തോട് നോക്കിയിരുന്നു. അത് ഈ ഏതോ ഒരു പയ്യന്റെ നാടകം എടുത്ത് അപകടത്തിൽ ചാടുന്നെന്ന് പറയുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ നാടകം എഴുതിയത് ആരാ സംവിധാനം ചെയ്തത് ആരാന്ന് നോക്കിയിട്ട് മിനിമം ഒരു 100 സ്റ്റേജ് എല്ലാ കൊല്ലവും പല ട്രൂപ്പിനും കിട്ടും. മെയിൻ എഴുത്തുകാരുടെ നാടകങ്ങൾക്ക് ഓൾറെഡി നേരത്തെ ബുക്കിംഗ് വരും. നേരത്തെ വരും. ഫൈനാൻസ് സൊസൈറ്റികളൊക്കെ നാടകം അനൗൺസ് ചെയ്യുമ്പോൾ ഫെബ്രുവരിയിലും മാർച്ചിലും ഒക്കെ ഉള്ള നാടകത്തിന് ഡിസംബറിൽ ബുക്കിംഗ് വരും. പ്രശസ്തരായ എഴുത്തുകാരാണെങ്കിൽ. അല്ലെങ്കിൽ ഈ നാടകം കളിച്ച് പേര് പടർന്നാലേ കിട്ടുള്ളൂ. അതെ, അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വായിക്കുന്നു. ഇവർ പരസ്പരം നോക്കുന്നു. അപ്പൊ ഒരു അരമണിക്കൂർ നാടകം കഴിഞ്ഞപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞ് നിർത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനാകെ ഷോക്കായി. എന്നിട്ട് പുള്ളി അകത്തേക്ക് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ വായിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടല്ലോ, എന്ത് ഇഷ്ടപ്പെട്ടില്ല. അകത്ത് പോയിട്ട് ഒരു വേളാങ്കണ്ണി മാതാവിന്റെ രൂപം കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. വായന തുടർന്നോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നീടുള്ള വർഷങ്ങൾ സ്ക്രിപ്റ്റ് വായിക്കുന്നത് വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം വെച്ച് മെഴുകുതിരി കത്തിച്ചിട്ടേ വായിക്കുള്ളൂ. അത് പുള്ളിയുടെ ഒരു രീതിയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തൊന്ന് പുള്ളി മനസ്സ് തീരുമാനിച്ചത് കൊണ്ട് അങ്ങനെ ഒരു സാധനം നടന്നതാണ്. അത് കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് വെച്ച് എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു പറഞ്ഞു രാജന് പറ്റിയ നാടകം എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. നന്നായിട്ടുണ്ട്. വേറെ വേതാളം പൈലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ രാജേട്ടന് അഴിഞ്ഞാടാനുള്ള സംഭവം കോമഡിയും സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ക കുടുംബകഥ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നാണ് നാടകത്തിന്റെ പേര്. ഒരു ക്രിസ്മസ് രാത്രി തുടങ്ങി അടുത്ത ക്രിസ്മസ് രാത്രിയിൽ അവസാനിക്കുന്ന നാടകം. അപ്പോൾ അത് സെലക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ എന്നോട് വെച്ചാൽ നിനക്ക് വല്ല ഡിമാൻഡ് ഉണ്ടോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ മുഖമൊന്ന് മാറി. പുള്ളി വിചാരിച്ചു വല്ല കാശൊക്കെ ചോദിക്കാൻ പോകണം. ഞാൻ പറഞ്ഞു ഇതിലെ ഇളയ മകൻ്റെ റോൾ എനിക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞു. നീ അഭിനയിക്കുമോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ വേണ്ടി ആ റോൾ എഴുതിയെന്ന് പറഞ്ഞു. നീ അഭിനയിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അഭിനയിക്കാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു സാങ്ഷൻ അവിടെ വെച്ച് കിട്ടിയിരുന്നു. അതിനുശേഷം ആ നാടകം റിഹേഴ്സൽ ചെയ്തു. അപ്പോഴേക്കും അമ്പാട്ടുപറമ്പിൽ അപ്പുണ്ണിമാമ എന്ന് പറഞ്ഞ നാടകം കിട്ടിയിട്ടില്ല. ഈ നാടകം CK ശശിയുടെ അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ നാടകം റിഹേഴ്സൽ ചെയ്ത് ഇനാഗുറേഷൻ നടത്തി കളി തുടങ്ങി. പാലാ ഫൈനാൻസ് സൊസൈറ്റിയിലാണ് ആദ്യത്തെ കളി കളിക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പുഴയുടെ തീരത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെയാണ്. അത് കഴിച്ച് ഇതിന് ബുക്കിംഗ് കിട്ടി. കാര്യം ബെന്നിച്ചേട്ടൻ പ്രീ ഡിഗ്രി എന്നൊക്കെയാണ് പറഞ്ഞെങ്കിലും ചോദിക്കാൻ പാടില്ലാത്താണെങ്കിലും വെറുതെ ഓർമ്മകളാണല്ലോ ഇവിടെ. ഇത് ഏതാ വർഷം? എനിക്ക് തോന്നുന്നു ഒരു 88, 87 ആ സമയത്ത് പല ഫ്രണ്ട്സോളിൽ പോയാണ്. അതെ ഓർക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നാടകം. അപ്പൊ ഇത് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് പള്ളികളിലൊക്കെ അത്യാവശ്യം കളിക്കും. ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ ഇനി കൂടുതൽ കളിച്ചില്ലെങ്കിലോ ബൈബിൾ വാക്യമാണല്ലോ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. അപ്പോൾ ഈ അമ്പാട്ടുപറമ്പിൽ അപ്പുണ്ണിമാമ എന്നുള്ള നാടകം കൂടി ഈ CK ശശിനെ അന്വേഷിച്ചിട്ട് അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലോ പുള്ളി അതോ ഒളിവിലിരുന്നിട്ട് വേറെ ട്രൂപ്പിനൊക്കെ വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി എന്നെ കിട്ടാത്തൊരവസ്ഥയിൽ രാജേട്ടൻ എന്നോട് വെച്ച്
അമ്പാട്ടുപറമ്പിൽ അപ്പുണ്ണിമാമൻ എന്നുള്ള ടൈറ്റിലിൽ ഒരു കഥ ഉണ്ടാക്കിയിട്ട് 2ാമത്തെ നാടകവും നിനക്ക് എഴുതാൻ പറ്റുമെന്ന് വെച്ച്. അപ്പൊ ഈ ഒരു നാടകത്തിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് ഓഫ് സീസൺ ആയതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, ഒരു 10-15 ദിവസത്തെ ഗ്യാപ്പ്. ഓഫ് സീസൺ ഓണത്തിന് 2-3 കളി കളിച്ചാലേ തിരക്ക് വരുള്ളൂ. നവംബർ മാസം ഒരു ഫ്രീ കിട്ടും. ഇത് ജൂണിലാണ് ഇപ്പൊ ഇനാഗ്രേഷൻ കഴിഞ്ഞേക്കണം. ജൂൺ ജൂലൈ ഒക്കെ ഓഫ് സീസൺ ആണ്, നാടകങ്ങൾ കുറവായിരിക്കും. അതെ. അപ്പൊ അവിടെ ചേർത്തല മുനിസിപ്പൽ ലോഡ്ജിൽ തന്നെ ഒരു റൂം വന്നിട്ട് എന്നോട് 2ാമത്തെ നാടകം എഴുതാൻ പറഞ്ഞു. അങ്ങനെ അമ്പാട്ടുപറമ്പിൽ അപ്പുണ്ണിമാമനും ഞാൻ അവിടെ ഇരുന്ന് ഒരു 10 ദിവസം കൊണ്ട് നാടകം എഴുതുന്നു. സെയിം ടീം തന്നെ റിഹേഴ്സൽ ചെയ്യുന്നു. ഈ ടീം തന്നെ റിഹേഴ്സൽ ചെയ്ത് ആ നാടകം ഇറക്കുന്നു. ഈ 2 നാടകങ്ങൾ ഒപ്പം കളിച്ചുകൊണ്ട് ഈ ടീം തന്നെ കളിക്കുകയാണ്. പക്ഷെ വലിയ തൊല്ലാട്ടോ, 2 നാടകം ഒരേ ടീം കാണാപ്പാടം പഠിക്കുക, റെക്കോർഡ്. അയ്യോ, അപ്പൊ അതിലും ഈ ടീം തന്നെ ആയതുകൊണ്ട് ഞാനും അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ തുടക്കം തന്നെ 2 നാടകം എഴുതുകയും 2 നാടകത്തിൽ അഭിനയിക്കുകയും രാജേട്ടൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കണം. അപ്പൊ രാജേട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ നമുക്ക് വേണ്ട സജഷൻസും അഭിനയിക്കുന്നതിൻ്റെ രീതികളും എല്ലാം നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, ആദ്യമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ നാടകം 2 നാടകങ്ങൾ ഇറക്കിയെങ്കിലും അത്യുന്നതങ്ങളും ദൈവത്തിന് സ്തുതിയാണ് കൂടുതൽ ഹിറ്റായത്. ക്ഷേത്രങ്ങളിൽ അത് മതി, കാരണം അത്രക്ക് ഇല്ല. അപ്പൊ ഭയങ്കര രസമായിട്ട് പോകുന്നൊരു നാടകമായിരുന്നു. അതിലാണ് പുള്ളിക്ക് ഏറ്റവും മികച്ച നടനുള്ള ആ വർഷത്തെ സംസ്ഥാന അവാർഡും കിട്ടുന്നത്. അതെ. അതുപോലെ അതിന് കേൻഡസ് അവാർഡ്, അങ്ങനെ കുറെ പ്രൊഫഷണൽ അവാർഡുകളും കിട്ടി. അപ്പൊ അതിന് ഈ നാടകം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. മലയാള പ്രൊഫഷണൽ നാടകവേദിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നാടകത്തിന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ബെന്നി പി നായരമ്പലം എന്നൊക്കെ പറഞ്ഞിട്ടാണ്, ബെന്നിയെയും ജൂബിലിയും നിങ്ങൾ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്തിട്ടാണ് നാടകം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇത് നാടകകൃത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ നാടകകൃത്ത് എന്നുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റും അഭിനയിക്കുന്നതുകൊണ്ട് എന്നെയും പെട്ടെന്ന് ആൾക്കാർ തിരിച്ചറിഞ്ഞു. അപ്പോൾ രാജേട്ടൻ അന്ന് ഈ കാല് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം മുടന്തിയാണ് നടക്കുന്നത്. അപ്പോൾ പലപ്പോഴും നടക്കുമ്പോൾ സഹായം വേണ്ടി വരുന്നതുകൊണ്ട് ഞാനാണ് ഈ കൈ പിടിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറക്കുന്നതും വണ്ടി കയറാനും അതുപോലെ ചില ഈ കുന്നും പ്രദേശത്തൊക്കെ ചെല്ലുമ്പോഴൊക്കെ പിടിച്ചു കയറ്റുന്നത്. അപ്പോൾ പലപ്പോഴും പലരും മോനാണെന്നൊക്കെ ചോദിക്കും. സ്വന്തം മോനല്ല, പെങ്ങളുടെ മോനാണെന്നൊക്കെ പറയും പുള്ളി. അങ്ങനെ വളരെ വാത്സല്യപൂർവ്വം കൊണ്ടുവരുന്ന വെച്ച ആളാണ്. വെന്നിച്ചേട്ടൻ ഒരു കൊല്ലം ഏറ്റവും കൂടുതൽ എത്ര നാടകം എഴുതിയിട്ടുണ്ട്? ആദ്യത്തെ കൊല്ലങ്ങൾ 2-3 കൊല്ലം ജൂബിലിക്ക് മാത്രമേ ഞാൻ എഴുതുള്ളായിരുന്നു. കാരണം ഭയങ്കര മടിയായിരുന്നു. കാരണം രാജേട്ടനാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് അടുത്ത നീ ഉഴപ്പാണ്ട് അടുത്ത എഴുത്, അടുത്ത കഥ ആലോചിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരണം. അപ്പം ജൂബിലിക്ക് വേണ്ടി തന്നെ ഒരു 16-17 നാടകം എഴുതിയിട്ടുണ്ട്. മൊത്തം ഞാൻ 42 നാടകം എഴുതിയിട്ടുണ്ട്, ബാക്കിയുള്ള സമിതി എല്ലാം കൂടി. അതിൽ പല നാടകങ്ങളും പിന്നീട് സിനിമയായി മാറിയിട്ടുണ്ട്. ഞാൻ ഒരാളെ കൂടെ ഈ അവസരത്തിൽ നമ്മളോടൊപ്പം ക്ഷണിക്കുകയാണ്. നിരവധി ചിത്രങ്ങളിൽ രാജൻ പി ദേവിന് മികച്ച വേഷങ്ങൾ സമ്മാനിച്ച ഒരാൾ, ഒരുപക്ഷെ ഇത്രയും വില്ലനായിട്ടൊക്കെ നിൽക്കുന്ന സമയങ്ങളിൽ നിന്ന് മികച്ച കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരാൾ, മലയാള സിനിമയിൽ തിയേറ്ററുകളെ പിടിച്ചു കുലുക്കിയ, തിയേറ്ററുകളിൽ വലിയ വലിയ പൊട്ടിച്ചിരികളും കയ്യടികളും സമ്മാനിച്ച സംവിധായകൻ. സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഷാഫി സാർ. ഷാഫി സാർ സ്വാഗതം. ബെന്നിച്ചേട്ടനെ കിട്ടിയോണ്ട് കുറേയധികം നേരം നാടകത്തിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഷാഫി സാറിന് അങ്ങനത്തെ ഒരു നാടക പരിപാടികൾ ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ചെറുപ്പത്തിലൊക്കെ പ്രൊഫഷണൽ നാടകങ്ങളില്ല അല്ലേ? അപ്പം ഷാഫി സാർ കാണുമ്പോഴത്തേക്ക് രാജൻ പി ദേവ് സാർ പൂർണ്ണമായിട്ടും സിനിമാ നടനാണ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള. അല്ല, എനിക്ക് കാട്ടുകുതിര സമയത്തെ അറിയായിരുന്നു. കാട്ടുകുതിര എന്ന് പറയുന്ന നാടകത്തിലൂടെയാണല്ലോ രാജേട്ടൻ ഭയങ്കര പ്രശസ്തനായത്. അപ്പം നമ്മൾ വളരെ ചെറുപ്പത്തിൽ സിനിമ കണ്ട് ശീലമുള്ള ആളാണ്, നാടകങ്ങൾ കാണുമായിരുന്നു. കാട്ടുകുതിര കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ എനിക്ക്. ആ സമയത്ത് എന്തോ മിസ്സായി പോയതാ. പക്ഷെ ആ ക്യാരക്ടറിന്റെ 100 പേര് വന്ന് കഥ പറഞ്ഞ നാടകം കംപ്ലീറ്റ് അറിയാം. അങ്ങനെ പിന്നീട് മറ്റേ ഹരിശ്രീയിൽ വന്നപ്പോഴുള്ള നാടകങ്ങളിൽ രാജേട്ടനെ എല്ലാവർക്കും കേരളത്തിൽ നല്ല പ്രശസ്തനായിരുന്നല്ലോ. അതെ, എനിക്ക് തോന്നുന്നത് ഈ കാർലോസ് എന്ന് പറയുന്ന ഇന്ദ്രജാലത്തിലെ കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പം ഓൾറെഡി പ്രശസ്തനായ ഒരു നാടകത്തിലുള്ള ആളാണ് ഈ സിനിമയിൽ ഇന്നോവേഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെയുള്ളൊരു പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. ഒരു പുതിയ നടന്നുള്ള രീതിയിലല്ല വന്നത്. അത് ഈ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, എൻ്റെ നാടകത്തിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ മലയാള മനോരമയിൽ വന്നു. ആ ഇന്റർവ്യൂവിൽ സിനിമയെക്കുറിച്ചുള്ള, അപ്പൊ കാട്ടുകുതിര സിനിമയായ സമയമാണത്. കാട്ടുകുതിര സിനിമയായപ്പോ തിലയൻ ചേട്ടനല്ല റോൾ ചെയ്ത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കഷൻ ഈ ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നു.
അപ്പോൾ സിനിമയിലേക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് കാട്ടുകുതിരയിൽ ആ വേഷം കിട്ടാത്തതിൽ വിഷമമുണ്ടെന്നുള്ള കാര്യമൊക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞത്. ആ ഇൻ്റർവ്യൂ അയച്ചിട്ടാണ് ഡെന്നീസ് ജോസഫും തമ്പികണ്ഠൻ ദാനവും ഇന്ദ്രജാലത്തിലേക്ക് വിളിക്കുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കാർലോസ് ഒക്കെ വരുന്നതിന് മുമ്പ് സിദ്ദിഖ് ലാൽ സ്ക്രിപ്റ്റ് എഴുതിയ ഒരു പടമുണ്ട്, പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ പറഞ്ഞത്. സത്യജിക്കാണ് ഡയറക്ട് ചെയ്ത ആ പടത്തിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പുലിയ അങ്ങനെ എന്തൊരു കോമഡി വില്ലൻ അങ്ങനെ അതിൽ ചെയ്തിട്ടാണ് പിന്നെ ഇത് വരുന്നത്. അതിനുശേഷം പക്ഷെ കാർലോസ് എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അതെ അതെ. പിന്നെ ഇപ്പൊ അദ്ദേഹത്തിന് അത് തുടരാൻ പറ്റി എന്നുള്ളതാണ്. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് മോഹൻദാസ് സാർ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. അപ്പം കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന ഒരു വില്ലൻ ചെയ്യുന്നു. ഒരു സിനിമ ഒരു വില്ലൻ, അതാണ് ഏറ്റവും ജനകീയരായ ക്യാരക്ടർ. 30 വർഷം കഴിഞ്ഞിട്ടും നമ്മൾ ആ വില്ലനെ പറയുന്നുള്ളൂ. പക്ഷേ രാജൻപിയുടെ ഒക്കെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കുന്നത് കാർലോസ് കഴിഞ്ഞിട്ട് പതുക്കെ കാർലോസിൽ നൂരാൻ പറ്റി. കാർലോസ് എന്ന് പറയുന്ന ഒരു വില്ലനിൽ നിന്ന് അവനവനെ ഊരിയെടുത്ത് കൊണ്ടുപോയി എല്ലാ സിനിമകളിലും വേറെ വേറെ തരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൊരു അതുല്യ നടനായിരുന്നു എന്നുള്ളതാണ് അല്ലേ? അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്ത പടമാണല്ലോ തൊമ്മനും മക്കളും. പിന്നെ ചേട്ടൻ എഴുതി, ഞാൻ ഡയറക്റ്റ് ചെയ്ത. അപ്പോൾ അതിൻ്റെ തമിഴ് ചെയ്തിരുന്നു, വിക്രമാണ് അഭിനയിച്ചത് തമിഴിൽ. അപ്പോൾ വിക്രമിന് എന്താണ് ചാന്തുപൊട്ട് ഇവിടെ വളരെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്, ചാന്തുപൊട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കൂട്ടു വിളിച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് കണ്ടത് സിനിമ കണ്ടിട്ട് പുള്ളി പുറത്തിറങ്ങിയിട്ട് ആദ്യം പറഞ്ഞത്, ഈ തൊമ്മനും മക്കളിലെ രാജൻ പി ദേവും ചാന്തുപൊട്ടിലെ രാജൻ പി ദേവും തമ്മിൽ ഒരു ബന്ധമില്ല, രണ്ടാൾക്കാരാണ് തോന്നുന്നു. സത്യമാണ്. അതാ. അപ്പം പുള്ളി എന്നിട്ട് എടുത്തു പറഞ്ഞു, മലയാളത്തിലെ ആർട്ടിസ്റ്റുകളിലെ ഒരു സംഭവം അതാണ്. ഓരോ കഥാപാത്രങ്ങളായിട്ട് മാറുമ്പോൾ തുറയിലാശാനോ അങ്ങനെ അതിനൊരു വ്യത്യാസമല്ല. മറ്റേ ചോട്ടാ മുംബൈയിലുള്ള പാമ്പ് ചാക്കോ വേറൊരാളല്ല, 100% വേറെ ബോഡി ലാംഗ്വേജ് മാറല്ലേ. അത് നമുക്ക് അങ്ങനത്തെ ഒരു പിടി നടന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പ്രേക്ഷകരോട് ഒരു കാര്യം കൂടെ, പലർക്കും അറിയാവുന്ന കാര്യമുണ്ട് എങ്കിലും ഈ ചാന്തുപൊട്ടിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറയാണ്. ചാന്തുപൊട്ട് എന്ന് പറയുന്ന സിനിമയും ബെന്നിച്ചേട്ടന്റെ നാടകമായിരുന്നു. അറബിക്കടലും അത്ഭുത വിളക്കെന്ന് പറയുന്ന നാടകമായിരുന്നു. ആ നാടകം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ കേന്ദ്ര കഥാപാത്രമായ രാധാകൃഷ്ണൻ, അന്ന് പേര് വേറെ ആയിരുന്നു, വേറെ അത് അവതരിപ്പിച്ചത് ബെന്നിച്ചേട്ടനായിരുന്നു. ഇപ്പം നമ്മള് കാട്ടുകുതിര രാജേട്ടൻ എത്രയോ വേദികളിൽ ചെയ്തെങ്കിലും സിനിമയപ്പ് തിലയൻചേട്ടൻ ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഇത് സിനിമയപ്പ് ദിലീപേട്ടനാണ് ചെയ്തെങ്കിലും അതിന്റെ നാടകത്തിന്റെ വെർഷനിലെ ഹീറോ ആയിട്ടുള്ള ആളാണ് ബെന്നിച്ചേട്ടൻ. അത് ആ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു. ആ കഥാപാത്രത്തിന്റെ ഒരു വിഷയമാണ് അതിന്റെ കാതലായ വിഷയം. പക്ഷെ രാജേട്ടന് അതിനെ പെർഫോം ചെയ്യാനുള്ള അപ്പന്റെ റോളായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ചാന്തുപൊട്ടില് ലാൽ സാർ ചെയ്ത വേഷം രാജേട്ടൻ, നാടകത്തില് രാജേട്ടനാണ് ചെയ്തത്. രാജേട്ടനിലൂടെയാണ് ആ മുഴുനീളം കഥ പോയിക്കൊണ്ടിരുന്നത്. സെൻട്രൽ ക്യാരക്ടർ ഇതാണെങ്കിലും കൂടുതൽ പെർഫോമൻസിന് ചാൻസ് രാജേട്ടന്റെ ക്യാരക്ടറാണ്. കാരണം രാജേട്ടനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു നാടകങ്ങൾ ബുക്ക് ചെയ്യപ്പെട്ടിരുന്നതും ആൾക്കാരുടെ ഓഡിയൻസ് മൊത്തം രാജേട്ടന്റെ പെർഫോമൻസ് കാണാൻ. അതുകൊണ്ട് എൻ്റെ കഥാപാത്രം ഒരു ചുരുക്കത്തിൽ അങ്ങനെ പോയിരുന്നാണെങ്കിലും പ്രധാന വിഷയം അതായിരുന്നു മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പം ഈ നമ്മുടെ തൊമ്മൻ മക്കളിലേക്ക് വന്നാല് അച്ഛൻ കഥാപാത്രങ്ങൾ അന്ന് നമുക്ക് ഇഷ്ടം പോലെ ഉള്ള ഒരു സമയമാണ്. ഇവിടെ ഒരു മെയിൻ സ്ട്രീം സിനിമയിലെ മെയിൻ സ്ട്രീം അച്ഛൻ കഥാപാത്രങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുന്ന സമയത്ത് അന്ന് ഈ രാജേട്ടനിലോട്ട് ഈ കഥാപാത്രം എത്തിപ്പെട്ടതിന്റെ ഒരു വഴി എന്തായിരുന്നു? അതോ നിങ്ങൾ ആലോചിച്ചപ്പോഴേ അതായിരുന്നോ? ഞങ്ങള് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നസെന്റ് ഏട്ടനായിരുന്നു മനസ്സിൽ. ഇന്നസെന്റ് ഏട്ടനെ സമീപിക്കുകയും ചെയ്തതാ. അപ്പോൾ ഇന്നസെന്റ് ഏട്ടൻ അത്രയും ബൾക്ക് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബെന്നിച്ചേട്ടനാ പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് രാജേട്ടനെ ആലോചിക്കാം. അങ്ങനെ ഇവര് ഫോണിൽ സംസാരിക്കുക ചെയ്തു. രാജേട്ടൻ രാജേട്ടനെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ അസിസ്റ്റന്റ് ആയിരിക്കുമ്പോൾ തന്നെ 2-3 പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. രാജേട്ടൻ വന്നു, എന്താ പറയുക, കഥയൊക്കെ കേട്ടിട്ട് പുള്ളിക്ക് അങ്ങ് ആവേശമായി. കാരണം നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ള പുള്ളിക്ക്. തൊമ്മനും മക്കളും നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞ്, ഷാഫി ഇതെൻ്റെ 505ാമത്തെ സിനിമയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞെട്ടിപ്പോയി. വളരെ കുറച്ച് കാലമല്ലേ രായിട്ട് വന്നിട്ട്, 20 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 15-20 വർഷം. അപ്പോൾ പുള്ളി തമിഴിലും തെലുങ്കിലും ഒക്കെ അത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 505 പടങ്ങളിൽ അഭിനയിച്ചതിൽ എടുത്തു പറയാനായിട്ട് എനിക്ക് 3 കഥാപാത്രങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒന്ന് അനിയമ്പാവ, ചേട്ടമ്പാവയിലെ അനിയമ്പാവ, പിന്നെ കാർലോസ്, പിന്നെ തൊമ്മനും മക്കളും.
അതിലെനിക്ക് തോന്നിയത് പുള്ളിക്ക് മനസ്സുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തൊമ്മനും മക്കളും ആണെന്നാണ് തോന്നിയത്. തൊമ്മന മക്കളുടെ കഥാപാത്രമാണ്. അത് പറയാം ഏതോ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പറയുകയും ചെയ്തു. കാരണം ഈ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആദ്യം ഞങ്ങളുടെ ഉദ്ദേശിച്ച ഒരു ഗെറ്റപ്പ് വേറെ ആയിരുന്നു. മുടി വെട്ടി വല്ലാത്തൊരു പോലെ മുടി പല ടൈപ്പ് വെട്ടി. അവസാനം രായേട്ടൻ പറഞ്ഞു ഞങ്ങൾ മുട്ട അടിച്ചേക്കാൻ പറഞ്ഞു. മുട്ട അടിച്ച് ആ മീശയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഓമനത്തെ വന്നു അല്ലേ ആ തൊമ്മന്. ഒരു തൊമ്മൻ്റെ ഒരു കഥാപാത്രത്തിന് മൊത്തത്തിലൊരു കുസൃതി ഉണ്ടല്ലോ. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പുറത്ത് മമ്മൂക്ക, ഇപ്പുറത്ത് ലാലേട്ടൻ നിൽക്കുകയാണ്. ടൈറ്റിൽ റോളാണല്ല തൊമ്മനും മക്കളിലെ തൊമ്മനാണ്. അപ്പൊ അത് പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു അതില്. കാരണം പുള്ളി പറയും അവൻ തന്ന ഗുരുദക്ഷിണയാണ് എനിക്ക് ആ കഥാപാത്രം എന്നൊക്കെ പറയാറുണ്ട് പല ഇന്റർവ്യൂലും. അല്ല, അത് അത്ര ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തോട്ടോ. അതെ, നമുക്കിപ്പോ വേറെ ആൾക്കാരെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ അത് ചില ക്യാരക്ടറുകൾ അങ്ങനെ കറങ്ങിവന്ന് വീഴും. അത് അദ്ദേഹത്തിന് വെച്ച വേഷമായിരുന്നു. അത് അതുപോലെ അതില് എല്ലാ ഇമോഷൻസും ഉള്ളതാണ്, എല്ലാ സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ട്, വലിയ സെന്റിമെന്റ്സ് ഉള്ളതാണ്, എല്ലാ ഇമോഷൻസും ഉള്ളതാണ്, വലിയ നർമ്മമുള്ള വേഷമാണ് അല്ലേ. ഒരു ടൈലന്റ് സീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയുടെ മേളിലേക്ക് നടന്നു. അപ്പൊ ഈ രാജേട്ടന്റെ 2 കാലിലും നീരാ. പക്ഷെ ഞാൻ ചോദിച്ചു രാജേട്ടനോട് ചോദിച്ചു ഇത് കയറാൻ പറ്റുമോ? കാരണം ഞങ്ങൾ രാവിലെ ഷൂട്ട് പ്ലാൻ ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ വെയിൽ മൂക്കുന്നതിന് മുമ്പ് രാജേട്ടൻ പറഞ്ഞു ഞാൻ കയറാം എന്ന് പറഞ്ഞു. അതിന് താഴത്തുനിന്ന് ഷൂട്ട് ചെയ്ത് 1 മണിക്കൂർ കൊണ്ട് മുകളിലേക്ക് എത്തിയത്. പക്ഷെ പുള്ളി നമുക്ക് ഒരു കാലിന് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ആളായിട്ട് നമുക്ക് തോന്നുകയില്ല. ആ സമയത്ത് കാലിലൊക്കെ കുറച്ച് നീര്, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ വേദന കൊണ്ടാ പുള്ളി ആ ഒരു ഡയലോഗ് തന്നെ കഴിഞ്ഞിട്ടാണ് ഈ പണ്ടാറ മലക്ക് അറ്റവും ഇല്ലേ എന്നൊക്കെ ചോദിച്ചത്. ഡബിങ്ങിൽ കയറ്റിയാ പുള്ളി. പിന്നെ ഡാൻസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഡാൻസ് ഒക്കെ ചെയ്യുമ്പോ ഇതൊക്കെ കാലിന്റെ സംഭവമൊക്കെ മറന്നു പോകും. ചവിട്ടുനാടകം, ആ ചവിട്ടുനാടകത്തിന്റെ സ്വഭാവത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞതിന്റെ ഇടയിലാണ് ഞാൻ എനിക്ക് നമ്മളിങ്ങനെ ചാനൽ മാറ്റുമ്പോ ഏതൊക്കെയോ തെലുങ്ക് പടത്തിലും തമിഴ് പടത്തിലും ഒക്കെ വലിയ വലിയ കാറൊക്കെ വന്ന് നിർത്തിയിട്ട് മന്ത്രി, MP, MLA പുള്ളിനെ കളിയാക്കി പറയായിരുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു മുറുക്കാഞ്ചൊല്ലം തരും, ഒരു തോക്കും തരും എന്ന് പറയും. ഏത് റോള് അത്ര അങ്ങനത്തെ സ്ഥിരം അരശ്യൽവാദി. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയാ ചേട്ടാ മാറിയൊക്കെ ഒന്ന് കളിക്കണം ഈ ഒരു ടൈപ്പ് റോള്. എടാ എന്നെ കാണുമ്പോ തന്നെ മുറുക്കാഞ്ചൊല്ലം തോക്ക് എടുത്ത് നോക്കും, ഞാൻ എന്ത് ചെയ്യാനാണ്, നീയൊക്കെ എഴുതി വേറെ അതിലൊക്കെ എഴുതുന്നൊക്കെ പറയുമായിരുന്നു. ജെന്റിൽമാൻ സിനിമയിലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ജെന്റിൽമാനില് വിനീതിന് അഡ്മിഷൻ കൊടുക്കാത്ത ഏതോ മന്ത്രിയോ സാറോ ഒക്കെ ആയിട്ട് അന്ന് കണ്ട പോലെ ഓർമ്മയുണ്ട്. കുറെ പടങ്ങളില് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അഴകിയ രാവണനിൽ ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ റോളായിരുന്നു. സെന്റിമെന്റ്സ് ഒക്കെ ഉള്ള ഭാനുപ്രിയയുടെ അച്ഛൻ വളരെ ഒന്ന് മാറി ചെയ്ത വേഷവരായിട്ട് അത് വളരെ നന്നായിട്ട് ചെയ്തത്. സെന്റിമെന്റ്സും ഭയങ്കര പാവമായിട്ടുള്ള ഒരു അച്ഛനായിട്ട് അയാളുടെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. പിന്നെ ചില വേഷങ്ങൾ നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് വളരെ ആവശ്യത്തിൽ കൂടുതൽ വയസ്സായ ഒരാളായിട്ട് നമ്മുടെ ആലഞ്ചേരി തമ്പ്രാക്കളിലോ മറ്റോ ആനിയുടെ കൂട്ടത്തില് വടിയൊക്കെ കുത്തിപ്പിടിച്ച് വളച്ച് കിടക്കുന്ന ഒരു അപ്പൂപ്പനായിട്ടുണ്ട്. ഒരുപാട് പിന്നെ ഈ അച്ചാമ്മക്കുട്ടിയുടെ അതില് സെൻട്രൽ ക്യാരക്ടറാണ് അച്ചായനായിട്ട്. അത് രാജേട്ടൻ തന്നെ ഡയറക്ട് ചെയ്ത പടമാണ്. അതിന്റെ രസം എന്ന് വെച്ചാല് എന്റെ നാടകം തന്നെയാണത് അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ. അത് നമ്മുടെ നാടകം, എന്റെ നാടകം. അതിന്റെ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് തന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇത് സിനിമയാക്കണം, എന്നിട്ട് അച്ചാമ്മക്കുട്ടിയായിട്ട് ശ്രീവിദ്യനെ ഇടണം, മറ്റേ ക്യാരക്ടർ ദേവനെ ഇടണം. റിഹേഴ്സലിന്റെ സമയത്ത് വെറുതെ പുള്ളിയുടെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതേപോലെ തന്നെ സംഭവിച്ച് പുള്ളി അതുപോലെ തന്നെ ആ ആഗ്രഹം സാധിച്ചു. ഡയറക്റ്റ് ചെയ്തു, ശ്രീവിദ്യനെ കാസ്റ്റ് ചെയ്തു, ദേവേട്ടൻ തന്നെയാണ് മറ്റേ റോളും ചെയ്തു. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒരു ഇച്ഛാശക്തിയോട് നേടിയെടുത്തിട്ടുള്ള ഒരാളാണ് രാജേട്ടൻ. രാജൻ പി ദേവ് സാറിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് നർമ്മചിത്രങ്ങൾ, സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ രചന നിർവഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ട മെക്കാട്ടിൻ സാർ ഓർക്കുന്നു. രാജേട്ടനെ ഞങ്ങൾ ആദ്യമായി അഭിനയിപ്പിക്കുന്നത് ഞങ്ങളുടെ ആദ്യത്തെ ചിത്രത്തിൽ തന്നെയാണ്, പുതുക്കോട്ടയിലെ പുതുമണവാളൻ. അതിൽ ഒരു പിടികൊടുക്കാത്ത ഒരു ക്യാരക്ടറെയാണ് നമുക്ക് വേണ്ടത്. അഭിനയം കൊണ്ട് ഒരിക്കലും തിരിച്ചറിയാത്ത, വില്ലനിസം തിരിച്ചറിയാത്ത രീതിയിൽ വർക്ക് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. അത് ഞങ്ങൾക്ക് തോന്നിയത് അത് രാജേട്ടൻ തന്നെയാണ് ബെസ്റ്റ്. കാരണം രാജേട്ടൻ എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിളായി അഭിനയിക്കാൻ പറ്റും. അതിപ്പോൾ കോമഡി വേണോ സീരിയസ് വേണോ എന്ത് വേണമെങ്കിലും രാജേട്ടന് വളരെ ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അനിയമ്പാവ ചേട്ടമ്പാവയുടെ ആ ക്യാരക്ടർ മനസ്സിൽ വന്നപ്പോൾ തന്നെ രാജേട്ടനാണ് വന്നത്. കാരണം അതിനകത്തൊരു പ്രത്യേക ലാംഗ്വേജ് വേണം. ഈ ക്യാരക്ടറിന് അതിൻ്റെതായ ചില ലാംഗ്വേജ് ആവശ്യമാണ്. അത് രാജേട്ടനെ സാധിക്കുകയുള്ളൂ.
അദ്ദേഹമേ അത് ആ ലാംഗ്വേജ് അതുപോലെ പ്രസന്റ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ട്. അത് ചില നേരത്തല്ല, ഓൾമോസ്റ്റ് ഒരു തറയായിട്ട് അഭിനയിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാൻ രാജേട്ടന് നല്ല വ്യക്തമായിട്ടറിയാം. അതേസമയം ചില നേരം അതിൻ്റെ ഗൗരവം വരണം, അതും ചെയ്യും. അപ്പോൾ ഒരു വെർസറ്റൈൽ ആർട്ടിസ്റ്റ് ആയിരുന്നു രാജേട്ടൻ. നാടക രചന, നാടക സംവിധാനം, ഇതൊക്കെയായി വന്ന ഒരാളാണ്. നാടക ലോകം തൊട്ടേ എനിക്ക് രാജേട്ടനെ പരിചയമുണ്ട്. ജൂബിലിയുടെ എല്ലാ നാടകങ്ങളും സംവിധാനം ചെയ്യുന്നത് രായട്ടനാണ്. രായട്ടൻ ത്രൂ ഔട്ട് ജൂബിലിയുടെ നാടകങ്ങളെല്ലാം സംവിധാനം ചെയ്തേക്കുന്ന രായട്ടൻ. അപ്പം സിനിമയിൽ പോപ്പുലർ ആയ ശേഷവും ട്രൂപ്പ് സജീവമായിട്ടുണ്ടായിരുന്നു. അതെ അതെ, സിനിമയിൽ അഭിനയത്തിന് തിരക്ക് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ നാടകങ്ങളാണെങ്കിൽ ക്യാമ്പ് എന്നെ ഏൽപ്പിച്ചിട്ട് പോകും. പുള്ളി ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് ഇടക്ക് വരും. അപ്പം ഞാനുണ്ടെങ്കിൽ പുള്ളിക്ക് ഭയങ്കര വിശ്വാസമാണ്, അവൻ നോക്കിക്കോളും എന്ന് പറയും. എന്നിട്ട് ഞാൻ അസോസിയേറ്റ് ആയിട്ട് ഇന്ന് വർക്ക് ചെയ്യും. പുള്ളി വന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ പോർഷനെല്ലാം പുള്ളി ഒന്നും കൂടി എല്ലാം നോക്കി ഡയറക്റ്റ് ചെയ്തിട്ട് പക്കയാക്കിയിട്ടാണ് നാടകം ഇറക്കുന്നത്. തൊമ്പനും മക്കളുടെ കമ്പോസിങ് നടക്കുന്ന സമയത്ത് അപ്പോൾ പുള്ളി രാജേട്ടൻ്റെ ഒരു സജഷനായിരുന്നു, മറ്റേ പുണ്യവാൻ ഇസ്ഹാക്കിനുണ്ടായി രണ്ട് മക്കൾ. ആ ഒരു 4 വരി പുള്ളി ഈ ചാന്തുവട്ടിന്റെ നാടകത്തെ കുറിച്ച് പറഞ്ഞല്ല, അറബിക്കടൽ അത്ഭുത വിളക്കും. അതില് രാജേട്ടന്റെ ക്യാരക്ടർ എൻട്രി ചെയ്യുന്നത് വെള്ളമടിച്ച് ഫിറ്റായിട്ട് ഈ പാട്ടിന്റെ ആദ്യ വരി പാടിയിട്ടാണ്. ഈസഹാകനുണ്ടായി 2 മക്കൾ എന്ന് പറഞ്ഞിട്ട് ചവിട്ട് നാടകത്തിന്റെ സ്റ്റെപ്പ് ചെയ്തിട്ടാണ് ആ നാടകത്തിൽ എൻട്രി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സാധനം എന്റെ മനസ്സിലും ഈ നാടകത്തിലുള്ളതുകൊണ്ട് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ രായേട്ടൻ പറഞ്ഞിടാ ആ ചവിട്ട് നാടകത്തിന്റെ സാധനം അതിൻ്റെ അകത്ത് തൊമ്മലിൽ എങ്ങനെയെങ്കിലും കേട്ടിട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഈ പാട്ട് ഞാൻ അലക്സ് പോളിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ചവിട്ട് നാടകത്തിന്റെ, ഞങ്ങൾ നാടകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ആ ഒരു വൈത്താരി പോലെ അത് പറഞ്ഞു കേൾപ്പിച്ച് അതിൽ നിന്നാണ് അലക്സ് പോൾ ഈ സംഭവം ഉണ്ടാക്കിയത്, ഈ പാട്ടിന്റെ ഉണ്ടാക്കി. അത് നാടകത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് അതും വന്നത്. അല്ല, അത് ഒരു വേറൊരു മിടുക്കുണ്ട്. നമ്മളിപ്പോ നാടകം പഠിച്ച ആളോ ഡാൻസ് പഠിച്ച ആളോ മിമിക്രി ചെയ്യുന്ന ആളോ ഒക്കെ ഇത് സിനിമയിൽ ഏറ്റവും കറക്റ്റായ സ്ഥലത്ത് വേണ്ട രീതിയിൽ വേണ്ട പോലെ അല്ല ഉപയോഗിക്കുന്നെങ്കിൽ ഭയങ്കര അടിയും. ഇത് എല്ലാം നമ്മളെല്ലാ അഭിനയം എന്നൊക്കെ പറയുമെങ്കിൽ ഇത് പലതായതുകൊണ്ട് എവിടെ എന്ത് പണ്ട് ചെയ്തൊരു സാധനം കയ്യിലുള്ളത് കൃത്യമായിട്ട് കൊണ്ട് പോസ്റ്റ് ചെയ്യാന്നുള്ളതൊരു. പിന്നെ തൊമ്പന്റെ ക്യാരക്ടർ വെച്ചിട്ട് അത് കറക്റ്റാണ്. തൊമ്പൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ക്യാരക്ടറാണ്. അയാളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ഒരു ചവിട്ട് നാടകത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കേട്ടും കണ്ടുവെക്ക അറിവുള്ള ഒരാളാക്കി ചിലപ്പോൾ ഇയാള് അത്യാവശ്യം കളിച്ചിട്ടുള്ള ആകാം. അതാണ് ആ സ്റ്റെപ്പൊക്കെ വെക്കുമ്പോൾ തന്നെ നല്ല താളത്തിൽ 3 കൂടിയൊക്കെ ആ സ്റ്റെപ്പ് വെക്കുന്നൊക്കെ നല്ല രസമാണ്. പുള്ളി കൊണ്ട് പാടിച്ചിട്ട് എഴുതിയെടുത്തു, പുള്ളിക്ക് ആ വരികൾ ഓർമ്മിട്ട് അത് വെച്ചിട്ടാണ് പിന്നെ ശരത്ത് ബാക്കി എഴുതിയത്. ശരത്തായിരുന്നു. ഒന്നാമൻ യാക്കോവും രണ്ടാം ഇസഹാക്ക് ഉണ്ടായി 2 മക്കൾ, ഒന്നാമൻ യാക്കോവും രണ്ടാമൻ ഇസഹാക്കും. അതുകൂടാണ്ട് ലോലിപോപ്പ് എന്ന് പറഞ്ഞ ഒരു പടത്തില് ഞങ്ങൾ 2 എഴുതിട്ട് വെനിച്ചേട്ടൻ എഴുതി, ഞാൻ ഡയറക്റ്റ് ചെയ്ത. അതില് രാജേട്ടൻ ഒരു നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഒരു വേറൊരു ടൈപ്പ് ഭയങ്കര പൈസക്കാരനായിട്ടുള്ള ഒരു അച്ഛൻ്റെ ക്യാരക്ടർ. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രാജേട്ടന് അസുഖങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കാഴ്ച ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാജേട്ടൻ അഭിനയിക്കുമ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഒരു ദിവസം ഈ ബെന്നിച്ചേട്ടൻ എന്ത് ചെയ്ത് ഭാവനയെ കൊണ്ടുവന്നിട്ട് രാജേട്ടനെ തൊട്ട് മുമ്പിൽ നിർത്തി, ഇത്ര അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇതാരാന്ന് പറയുന്നത്, ഒന്ന് പോടാ അവിടുന്ന്, ഇത് എനിക്കറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് റോമ അഭിനയിക്കുന്നുണ്ട്. റോമ തമിഴാണ് ലൊക്കേഷനിലേക്ക് സംസാരിക്കും. അപ്പം ഞാൻ പറഞ്ഞു നീ പേസാമേരിന്ന് ഞാൻ പതുക്കെ എന്ന് പറഞ്ഞു. അപ്പം രാജേട്ടൻ ഇത് റോമ നമുക്കറിയാം. അപ്പൊ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും പുള്ളിക്ക് തിരിച്ചറിയുന്നില്ല. പക്ഷെ പറയില്ല. അത് കഴിഞ്ഞിട്ട് റാഫിക്കയുടെ പടത്തിൽ അഭിനയിച്ചപ്പോഴും പുള്ളിക്ക് കാഴ്ചക്ക് പ്രശ്നമുണ്ടെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യേയില്ല. അത് ആ ഡയലോഗ് ഒക്കെ കടപടം പഠിച്ചിട്ട് പുള്ളി പെർഫോമൻസ് ചെയ്യുക. ഇങ്ങനെ തൊടണം, ആ ലിപ്പ് വരുമ്പോ ഒന്ന് തൊട്ടേക്കെന്ന് പറയും. അപ്പൊ ഞാനാണ് പലപ്പോഴും ഡബിങ്ങിന് ഇരിക്കുന്നത്. അപ്പൊ ആ കാഴ്ചയുടെ പ്രശ്നമുള്ളത് നമുക്കറിയാമല്ല. പക്ഷെ അത് ലിപ്പ് നോക്കി സിങ്ക് ആകാനായിട്ട് പുള്ളിക്ക് ബുദ്ധിമുട്ട് ആ ടൈമിങ്ങിലൊന്നും തൊട്ട് കഴിഞ്ഞാൽ കറക്റ്റ് മീറ്ററിൽ പുള്ളി ഡബ് ചെയ്യും. പുള്ളി പറഞ്ഞ ഒരു ഓർമ്മയുണ്ടാവും ഏത് മീറ്ററിലാണ്. പക്ഷെ ആ ലിപ്പ് ഒന്ന് തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഞങ്ങളന്ന് രാജേട്ടനോട് പറഞ്ഞ ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് ഒരു 5-6 മാസം 1 വർഷം ബ്രേക്ക് എടുത്തിട്ട് ചികിത്സിച്ച് അസുഖങ്ങളൊക്കെ മാറ്റിയിട്ട് ഒന്ന് അങ്ങനെ അധികം പ്രായമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ.
അപ്പൊ പുള്ളി പറഞ്ഞ വെച്ചാൽ അസുഖമായിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഔട്ടായി പോകും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പുള്ളി എത്ര വയ്യെങ്കിലും പുള്ളി വന്നിട്ട് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണെന്നറിയില്ല, ക്യാരക്ടർ അങ്ങ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു എനർജിയാണ്. ആ എനർജി ഉണ്ട്. താത്തി കളിച്ചാലും ഉച്ചത്തില് അതെ, അതെ. റേഞ്ച് മോളിലെ അതെ മോഡുലേഷൻ ടോപ്പിലെ കളിക്കും. നമ്മൾ ഡയലോഗ് താത്തി പറഞ്ഞിട്ട് ഈ നാടകത്തിനും പണ്ട് ഈ ഒരു മൈക്കുമേല് അതെ, അതെ, അതെ. എത്ര പതുക്കെ പറയുന്ന സീനാണേലും ഇത് അവിടം വരെ എത്തിക്കണം എന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വളരെ താഴ്ത്തി പറയേണ്ട ഡയലോഗുകൾ നമുക്ക് കേൾക്കാവുന്നതിന് അപ്പുറത്ത് താഴ്ത്തി പറയില്ല. ഇപ്പൊ സ്ഫടികത്തിലെ തോമയ്ക്ക് വേണ്ടി സ്ഥിരം വാദിക്കുന്ന അതെ. മാമൻ ക്യാരക്ടർ എന്ന് പറയുന്നതൊക്കെ നമുക്ക് നല്ല രസം തോന്നുന്ന കഥാപാത്രങ്ങളാണ്, ഇഷ്ടപ്പെടുന്ന റോളാണ് നമുക്ക് ഇനി ഇതിലെ ചോക്ലേറ്റിലെ അച്ഛൻ, ചോക്ലേറ്റില് ലൈറ്റ് ഹ്യൂമറൊക്കെ ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റിന്റെ ക്ലൈമാക്സ് എത്തുമ്പോഴും അല്ലാതെ നമുക്ക് ഒരു ചെറിയ ഹ്യൂമറുള്ള അതാണ് ഹ്യൂമറും വില്ലനും അല്ലാത്ത ക്യാരക്ടറുകളും ഒക്കെ ആയിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കെട്ട് കഥാപാത്രങ്ങൾ പലതരത്തിലുള്ളത് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. രാജേട്ടൻ്റെ ഒളിമാങ്ങാത്ത ഓർമ്മകൾ നമ്മളോട് പങ്കുവെക്കുന്നതിന് വേണ്ടി ഒരുപാട് സിനിമകളിൽ ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടി നമ്മളോടൊപ്പം എത്തുകയാണ്. ഒരുപാട് സിനിമകളിൽ നമ്മളെ ചിരിപ്പിക്കുകയും നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആൾ, അഭിനേത്രി. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പൊന്നമ്മ ബാബു. പൊന്നമ്മ ചേച്ചി, സ്വാഗതം. ഓർമ്മയിൽ നിന്നും രാജൻ പി ദേവ് എന്ന് പറയുന്ന ഈ ലക്കത്തിലേക്ക്. ഒരു സജീവ നാടക പ്രവർത്തകനും കൂടി ആയിരുന്നത് കൊണ്ട് പലതവണ സിനിമയെന്ന പോലെ തന്നെ നാടകവും ഇതിൽ പരാമർശിച്ചു വന്നിട്ടുണ്ട്. ചേച്ചിയും നാടകത്തിൽ പെർഫോം ചെയ്തിട്ടുള്ള ആളാണല്ലോ. അതെ. എത്ര നാളുണ്ടായിരുന്നു നാടകത്തിൽ? നാടകത്തിലെ 3 വർഷം. 3 വർഷം പ്രൊഫഷണൽ നാടകത്തിൽ. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു സജീവമായത് പ്രൊഫഷണൽ നാടകത്തിൽ. ആദ്യം ഒരു 15-16 വയസ്സിൽ ഒരു നാടകം, അതെൻ്റെ ഹസ്ബൻഡിൻ്റെ സമിതിയിൽ അന്ന് കളിച്ച് ആ ഒരു വർഷം. പിന്നീട് ഞാൻ വരുന്നത് മക്കളൊക്കെ ഉണ്ടായതിന് ശേഷമാണ് പിന്നെ 3 വർഷം നാടകത്തിലോട്ട് വീണ്ടും വരുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും കാട്ടുകുതിര എന്ന് പറഞ്ഞ നാടകത്തിനെ പറ്റി, അത് കണ്ടതിനെ പറ്റിയും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ആ നാടക സമയത്ത് കണ്ടിട്ടുണ്ടോ, അറിയുകയൊക്കെ ചെയ്യായിരുന്നോ? എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്താണ് കാട്ടുകുതിര ഹിറ്റായി കളിക്കുന്നതും. ഞാൻ നാടകം കണ്ടിട്ടില്ല, എൻ്റെ ശബ്ദരേഖ അന്ന് എല്ലാ അവിടെയുള്ള ആലപ്പുഴ ഉള്ള സ്ഥലങ്ങളിലെ എല്ലാ വീടുകളിലും ടേപ്പ് റെക്കോർഡ് വെച്ചിട്ട് ഈ നാടകം കേട്ടുകൊണ്ടിരിക്കും ആൾക്കാർ. ശബ്ദരേഖ നിങ്ങൾ ഇറക്കുന്നല്ലോ, ഉത്സവപ്പറമ്പിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യുന്നതല്ലേ? അത് തന്നെ ആരെങ്കിലും എടുത്തിട്ടുന്നതാണ്. നമ്മളെ ഈ ലൈവ് ഒക്കെ ഇട്ട് നമ്മളെ ചെയ്യുന്ന പോലെ അന്ന് പറ്റുന്നതിന്റെ മാക്സിമം. അത് വെച്ചാൽ ഒരു ദിവസം ഒന്നും ഒരു പ്രാവശ്യം ഒന്നും ആയിരിക്കില്ല, മിക്ക ദിവസവും അവർ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിത് കേട്ട് അപ്പോൾ ഈ നടനെ പറ്റി നമ്മളിങ്ങനെ ഓർക്കുക. ഇന്ന് രാജ സിനിമയിൽ വന്നിട്ടില്ല, നാടകം കളിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ എൻ്റെ ഹസ്ബൻഡ് നാടക ഫീൽഡിലുണ്ടല്ലോ. അപ്പോൾ അത് ബാബുച്ചേട്ടനറിയാം രാജേട്ടനെ, കാരണം അവർ പല നാടകങ്ങളിലും ഇടവേളകളിലൊക്കെ അവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാടകത്തിൽ അഭിനയിച്ചിട്ടില്ല. അന്ന് ഹസ്ബൻഡിന് സമിതി ഉണ്ട്, അപ്പോഴും ഏറ്റുമാനൂർ സുരഭില എന്നും പറഞ്ഞ സമിതി ഉണ്ട് ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് രാജേട്ടനും ബാബുച്ചേട്ടനും ഒക്കെ ഭയങ്കര കൂട്ടാ. എന്നെ കാണുമ്പോൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാൻ സിനിമയിൽ വന്നതിന് ശേഷം രാജേട്ടൻ. നാടകത്തിന്റെ ആ സമയത്തെ കഥകള് നാടകത്തിനെ പറ്റി പറയാന്നുള്ളത് അല്ലേ? ഇപ്പൊ നമ്മള് പറഞ്ഞു സിനിമയിൽ വന്നത് ഇന്ദ്രജാലത്തിന് മുമ്പ് സത്യസാറിന്റെ പടം പപ്പൻ പ്രിയപ്പെട്ട പപ്പനെ പറ്റി പറഞ്ഞു. എന്നാൽ എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് ഒരു 5-6 പടങ്ങള് ചെറിയ റോളൊക്കെ മൈഡിയർ കുട്ടിച്ചാത്തലുണ്ട്, സഞ്ചാരി, സ്ഫോടനം എന്നൊക്കെ പറയുന്ന സിനിമകളില്, എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്നൊക്കെ പറയുന്ന പടങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങളില്. പക്ഷെ അത് ഇപ്പൊ പോപ്പുലർ ആയതുകൊണ്ട് ഇനി നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ. പൊന്നമ്മ ചേച്ചി, രാജൻ പി ദേവ് സാറിന് എന്നാണ് ആദ്യം കാണുന്നത്, പരിചയപ്പെട്ടതോ ഒപ്പം വർക്ക് ചെയ്തത് എന്നൊക്കെ വല്ല ഉണ്ട്? കാരണം വെച്ചാൽ ഞാൻ ഫൈനാൻഷ്യലി നാടകം കളിക്കുകയായിരുന്നു, പിന്നെ നമ്മുടെ സുരഭിലയുടെ നാടകം. ആ സമയത്ത് പ്രൊഡ്യൂസർ വന്നിങ്ങനെ പറയും, ഒരു പടമുണ്ട്, നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നിസാർ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ദിലീപിൻ്റെ പടനായകൻ, അതിലൊരു കാര്യം ചെയ്യാം, രാജൻ പി ദേവിൻ്റെ ഭാര്യയായിട്ട് റോളുണ്ട്, അതങ്ങ് ചെയ്യാമല്ലേ. ഞാൻ ഒരു നിമിഷം സ്റ്റക്കായി നിൽക്കുക. കാരണം നാടകത്തിൽ ഇങ്ങനെ ശബ്ദരേഖ ഇതെല്ലാം കേട്ട് മനസ്സിലിങ്ങനെ നമ്മൾ എന്താ കൊച്ചുവാവയൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുക. രാജൻ പി ദേവ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിളി പോയി. അപ്പോൾ ഞാനാണ് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വെച്ചു. ഞാൻ പറഞ്ഞു, വാവച്ചിട്ടാ രാജൻ പി ദേവിൻ്റെ ഭാര്യയായിട്ടാണ്, എനിക്ക് പേടിയാ. ഞാൻ പറയാം വാവച്ചനോട്,
വാശമ്പരടി രായട്ടൻ പാവുക. നടന്ന് ഈ സ്റ്റേജിലൊക്കെ കാണുന്നൊക്കെ ഉള്ളൂ, സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒന്നും അല്ല, അദ്ദേഹം പാവുക, നീ ധൈര്യമായിട്ട് പോയി അഭിനയിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പടനായകൻ്റെ സെറ്റിൽ ഞാൻ ചെല്ലുക. ചിലപ്പോൾ രായട്ടൻ ഒരു ചാരുകസേല ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നിൻസാർ സാർ പരിചയപ്പെടുത്തുക, ദേ നാടകത്തിൽ നിന്നാണ് വന്നിരിക്കുന്ന രായട്ടൻ്റെ ഭാര്യയായിട്ടാണ്. അപ്പം എന്നെ നോക്കി, എന്താ പേര്? ഞാൻ പറഞ്ഞു ഞാൻ പൊന്നമ്മ. ഹസ്ബൻഡ് ഞാൻ പറഞ്ഞു ബാബു. ബാബു ചേട്ടനെ രായട്ടനെ അറിയാം. ഞാൻ അറിയുമോ? ഞാൻ പറഞ്ഞാ എൻ്റെ ഹസ്ബൻഡ് ബാബക്കാട്ട് ബാബു. ആ ബാബക്കാരൻ്റെ ഭാര്യയാണോ? ആ ബാബു ഞാൻ നല്ല സുഹൃത്തുക്കളാ. അപ്പോൾ എനിക്കൊരു സമാധാനമായി. അപ്പോൾ എന്നോട് കുറച്ച് അകലം കുറഞ്ഞു. ആ അങ്ങനെ കൂടെ അഭിനയിച്ച സമയത്ത് എനിക്ക് ഡയലോഗ്സുകളൊക്കെ ആദ്യം ഞാൻ എന്നാ ചെയ്യുന്നറിയാവോ, നമുക്ക് നാടകത്തിൻ്റെ എക്സ്പീരിയൻസ് അല്ലേ. ഇപ്പം ഒരു ഡയലോഗ് പറയുമ്പം പറയേണ്ടത് മുഖത്ത് നോക്കിയാ നമ്മൾ സംസാരിക്കണ്ടേ. ഈ നാടകം നമ്മൾ മൈക്കിന്റെ മുന്നോട്ടല്ലേ സംസാരിക്കുക. അപ്പം ഞാൻ രായട്ടനോട് പറഞ്ഞ ഡയലോഗ് മുന്നോട്ട് നോക്കിയാ പറയണേ ആദ്യം അഭിനയിച്ചപ്പോൾ. അപ്പം കട്ട് ചെയ്തപ്പോൾ രായട്ടൻ പറയുമ്പോൾ ഡയറക്ടർ സാർ പറഞ്ഞു, പൊന്നമ്മ അത് തന്നെ റോങ് ആണ് ചെയ്തത്, തെറ്റാണ്, അത് ഒന്നിനെടുക്കണം, രായട്ടന് മുഖത്ത് നോക്കി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ രായട്ടൻ പറഞ്ഞു ടെൻഷൻ ആവണ്ട, നമ്മൾ നാടകം അല്ല ഇത് സിനിമയാണ്, അപ്പോൾ അത് എൻ്റെ മുഖത്ത് നോക്കി ടെൻഷൻ ഇല്ലാതെ അങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു. ഏറ്റവും വിഷമം വന്ന് രാജേട്ടനൊന്നും ഇല്ലാതെ പിന്നെ ക്ലോസ് എടുക്കുമ്പോൾ കൈ നോക്കി പറയണമല്ലോ ഡയലോഗ്, അതാണ് പറയാനേ അറിയത്തില്ല അങ്ങനെ. അപ്പോൾ ഈ കൈ നോക്കുമ്പോൾ ഞാൻ എങ്ങനെ പറയും? ഇപ്പം രായട്ടന് ടെൻഷൻ വേണ്ട. അപ്പം രായട്ടൻ തന്നെ വന്നത് ഞാനിവിടെ നിൽപ്പുണ്ട്, ഇവിടെ എന്നെ നോക്കി പറഞ്ഞു. അപ്പം ടെൻഷനില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല ടെൻഷനില്ല. അങ്ങനെ രായട്ടൻ വളരെയധികം എന്നെ വളരെ സ്നേഹത്തോടെ എന്നെ പിന്നെ എന്നെ മലയാള സിനിമയിലെ എടി എന്ന് വിളിക്കുന്ന ഒരാളാണ് രായട്ടൻ. എടി പൊന്നമ്മ എന്നാ ഉണ്ടറി, സുഖാണോടി, എടി ബാബു ഉണ്ടറി, ഇതിന് മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അതിന് ശേഷം എത്രയോ പടം എത്രയോ പടം ഈ എടി എന്ന് പറഞ്ഞിട്ട് ഈ എടയൊക്കെ ചില സമയത്ത് ഒരാൾ തിരിയുന്നവരെയൊക്കെ രായട്ടൻ വിളിക്കും. ഒരിക്കലും സ്ക്രിപ്റ്റിൽ നമ്മൾ ഒരു ഇടയൊക്കെ എഴുതി നമുക്ക് നമ്മൾ സിനിമ ഇങ്ങോട്ട് നോക്കടാ ഇതൊക്കെ പറഞ്ഞ് എത്രയോ ഇടകളൊക്കെ വെച്ച്. പിന്നെ പുള്ളിക്ക് വേറെ പരിപാടി, ഈ ഉത്സവ പറമ്പിലൊക്കെ ചെല്ലുമ്പേ കമ്മിറ്റിക്കാരുടെ ആരെങ്കിലും പോകണമെങ്കിൽ പുള്ളി വെറുതെ 3-4 പേര് വിളിച്ചു പോകും. വേണു, ഗോപി എന്നൊക്കെ പറയും. അപ്പൊ ഏതെങ്കിലും പേര് കറക്റ്റായി ശശി വരി തിരിച്ച് എന്നാ ശശിന്ന് ഗോപിന്ന ശശി 3-4 പേര് വെറുതെ അങ്ങോട്ട് വിളിച്ചു പോകും. അതില് ഒരു പേര് കറക്റ്റ് ആയിരിക്കും പേരിട്ട് വിളിക്കുന്നത്. അതെ, അദ്ദേഹത്തിന് നമ്മൾ ഇപ്പം ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ള ആളല്ലേ. ബെന്നിച്ചേട്ടനൊക്കെ തുടക്കം തൊട്ട് റെസിഡന്റ് പോലെ കൂടെ നിന്നിട്ടും കൂടെ ഉള്ള ആളാണ്. ഏറ്റവും ഇഷ്ടമല്ലാതിരുന്ന കാര്യങ്ങൾ എന്താണ്? പെട്ടെന്ന് ദേഷ്യം വരിക എന്നൊക്കെ ഉള്ള പോലെ എന്ത് ചെയ്താലായിരിക്കും അത് സംഭവിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെ പെട്ടെന്നൊരു ദേഷ്യം വരുന്ന സ്വഭാവം ഷൂട്ടിംഗ് സമയത്തോ അല്ലാതെയുള്ളൊരു സ്വകാര്യ നിമിഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ കുറ്റപ്പെടുത്തലുകളൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അവിടെ ചെന്നപ്പോൾ നമുക്ക് വെച്ചിരുന്ന വേഷമാണ്, ആ ക്യാരക്ടർ വിളിച്ചിട്ട് പിന്നെ അവർ രണ്ടാമത് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ പരിഭവങ്ങളെ പറയാറുള്ളൂ. വളരെ സ്വാഭാവികമായിട്ടുള്ള പരിഭവങ്ങളെ പറയാറുള്ളൂ. പിന്നെ പുള്ളിനെ കുറ്റം പറഞ്ഞ് മറ്റാള് രാജേട്ടനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു സമയത്തും പുള്ളി റിയാക്ട് ചെയ്യുന്ന അവനൊക്കെ അങ്ങനെ പറയുള്ളൂ, അല്ലെങ്കിൽ അത് അവൻ്റെ വലിയ പ്രതികാര ബുദ്ധി ഇല്ലാത്ത ഒരാളായിരുന്നു. അല്ല, അത് എനിക്ക് തോന്നുന്നത് നാടകത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. അല്ല, പുള്ളി സോഫ്റ്റ് ആണ്. പുള്ളീനെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ ഇറിറ്റേറ്റ് ചെയ്യണ കണ്ടിട്ടുണ്ട്. അടിച്ചൊക്കെ വന്നിട്ട് പുള്ളി എടുത്ത് തമാശക്ക് എടാ രാജ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഡയറക്ടർ സാർ എന്നെ ഇയാൾ അപമാനിക്കുന്നു, അതൊക്കെയാണ് പുള്ളിയുടെ റിയാക്ഷൻ മാക്സിമം. അല്ലാതെ പുള്ളി അങ്ങനെ ദേഷ്യപ്പെടുകയോ, സീനിയർ ആയിട്ടുള്ള ആളല്ലേ, പക്ഷെ പുള്ളി അങ്ങനെ ദേഷ്യപ്പെടുന്നു. ഭയങ്കര നർമ്മബോധമായിരുന്നു, ജീവിതത്തിലും ഭയങ്കര നർമ്മം പറയുമായിരുന്നു. അത് നമ്മൾ ചിരിച്ചു പോകും. ഒരു നമ്മൾ പുള്ളിനെ കാണുമ്പോൾ ഒരു ഗൗരവ സ്വഭാവമുള്ള വില്ലൻ പരിവേഷമുള്ള ഒരാളല്ല, പക്ഷെ ഇല്ല, വളരെ ശുദ്ധ മനസ്സും കുട്ടികളുടെ പോലെയുള്ള പ്രകൃതവും നല്ല നർമ്മം പറയുമായിരുന്നു. പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു കോമഡി പിന്നീട് ഇങ്ങനെ പലയിടത്തും ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഞാനും രായട്ടനും കൂടി ഒരു കല്യാണ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഒരു സുന്ദരിയായിട്ടൊരു പെങ്കൊച്ചി മുമ്പിൽ കൂടി രായട്ടനെ കണ്ട് ചിരിച്ചിട്ട് പോയി. അപ്പോൾ രായട്ടൻ പറഞ്ഞതാണ്, ഇതുങ്ങളെ കാണുമ്പോഴാണ് വീട്ടിലുള്ളതിനെടുത്ത് കിണറ്റിലിടാൻ തോന്നണേന്ന് പറഞ്ഞു. ആ സാധനം പിന്നീട് അപ്പൊ ഞാൻ പറഞ്ഞു ഇത് തന്നെ ചിലപ്പോ ചേച്ചിയും പറയോട്ടാന്ന് പറഞ്ഞു. അതായത് അവള് കേക്കണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അത് പലയിടത്തും പിന്നീട് പല രീതിയിൽ പലയിടത്തും വന്ന്. അപ്പൊ അങ്ങനെയുള്ള ഹ്യൂമറുകൾ സ്പോണ്ടേനിയസ് ആയിട്ട്. അല്ല, ഇപ്പൊ നമ്മള് കുറച്ചുകൂടെ മൊബൈൽ വന്നിട്ടോ അല്ലാതെയോ അവനവന്റെ കാരാവാനിൽ ഇരുന്നിട്ടോ ഒക്കെ നമ്മൾക്ക് ആൾക്കൂട്ടത്തോട്ട് ഇടപെടുക, ആൾക്കൂട്ടത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വലിയ പാടാ. അത് രാഷ്ട്രീയത്തിനൊക്കെ ഉണ്ട്. എല്ലാരെയും കണ്ട് ചിരിക്കുക, എല്ലാരെയും കണ്ട് തൊഴുക, ഷെയ്ക്കാൻ കൊടുക്കുക എന്നുള്ളത് പൊതുവെ ഇപ്പം
പ്രശസ്തരായ ആളുകൾക്ക് ഇച്ചിരി അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ നാടകത്തില് എത്രയോ ഉത്സവപ്പറമ്പുകളിൽ ആളുകളുടെ അടുത്ത് ചെന്ന് അതെ, അതെ. കണ്ടു, അവിടുന്ന് ഇവിടുന്നും വഴിന്ന് കഴിച്ച് നിന്നും അങ്ങനെ വന്നിട്ട് സിനിമയിലെത്തുന്ന ഒരാളായതുകൊണ്ടായിരിക്കും. അതാണ് ആ ഒരു സമീപനം എല്ലാത്തിലും. അതുപോലെ ആരെയും വെറുപ്പിക്കരുത് എന്നുള്ളൊരു പോളിസി ഉണ്ട് പുള്ളി. അവരുടെ ഭാഗത്ത് നിന്ന് ഇറിറ്റേഷൻ ഉണ്ടെങ്കിലും പുള്ളി അതൊരു തന്മയത്വമായിട്ട് അത് കൈകാര്യം ചെയ്ത് വിടും. അത് ഈ ഉത്സവപ്പറമ്പിലൊക്കെ തന്നെ പലരും തുളത്ത് കീടാൻ വരുമല്ലോ, ആ. ആരാധന കൊണ്ട്. അപ്പൊ അവരെയൊക്കെ അങ്ങനെ സോപ്പിട്ടിട്ട് പുള്ളിയുടെ ആളാക്കി മാറ്റും പുള്ളി. അതെ. അത് ഭയങ്കര കഴിവാ പുള്ളിക്ക്. ഇനി ഒരാളെ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ഓർത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് വളരെ പ്രിയപ്പെട്ട രാജൻ പി ദേവ് സാറിൻ്റെ മകൻ. ഇപ്പോൾ അഭിനേതാവാണ്. നിരവധി സിനിമകളിൽ അദ്ദേഹം മികച്ച വേഷങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹപൂർവ്വം ഓർമ്മയിൽ നിന്നും രാജൻ പി ദേവ് എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജുബിൽ രാജൻ പി ദേവ്. ജുബിൽ, സ്വാഗതം. ചേർത്തല ജൂബിലി എന്ന് പറയുന്ന ട്രൂപ്പിലെ ജൂബിലി, ഈ ജുബിൽ എന്നുള്ളതിൽ നിന്നുണ്ടായതാണ്. ജൂബിലി എന്ന് ആദ്യം പേരിട്ടതിന്റെ ഒരു കാര്യത്തിൽ നിന്നാണോ ജുബിൽ എന്ന് പേരിട്ടത്? ജൂബിലിയാണ് ആദ്യം ഉണ്ടായത്. ചേർത്തല ജൂബിലി ലോപിച്ചാണ് ജൂബിൽ ഉണ്ടായത്. ട്രൂപ്പാണ് ആദ്യം ട്രൂപ്പാണ് ഉണ്ടായത്, അല്ലേ? ആദ്യം. ട്രൂപ്പ് കഴിഞ്ഞിട്ട് ആ ട്രൂപ്പിന്റെ പേരിന്റെ ഓർമ്മയ്ക്കാണ്, അതെ, ട്രൂപ്പിന്റെ പേര് റെപ്രസെന്റേറ്റ് ചെയ്തിട്ടാണ് ജുബിൽ എന്നുള്ള പേരിട്ടത്. സാധാരണ എല്ലാവരും മറ്റേ മക്കളുടെ പേര് സ്ഥാപനങ്ങൾക്ക് ഇടും. സ്ഥാപനങ്ങളുടെ പേര് മക്കൾക്ക് ഇട്ടേക്കാൻ അപൂർവം ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. ഞാനും ആദ്യമായിട്ട് അതാ ഞാൻ കൺഫേം ആയിട്ട് ചോദിച്ചേ. പല സ്ഥാപനങ്ങളും ഈ പറഞ്ഞ പോലെ മക്കളുടെ പേര് ഇട്ട് തുടങ്ങിയ ആൾക്കാരുണ്ട്. ഇത് ഓൾറെഡി ഉള്ള സ്ഥാപനത്തിന്റെ പേര്. ആദ്യത്തെ മകനാണ് രാജന്റെ, അത് ജുബിൻ തിയേറ്റർ. രണ്ടാമത്തേതാണ് ഇത്. ആ, അതെ അതെ, മൂത്ത കുട്ടി നാടകമായിരുന്നു. അതെ. ആ, രണ്ടാമത്തെ കുട്ടിയാണ് ഇതായിട്ടും വന്നു. നാടകം ഇപ്പൊ പറഞ്ഞു, ബെന്നിച്ചേട്ടനൊക്കെ വരുന്ന സമയത്ത് വീട്ടില് വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണോ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നത്? വീടിന്റെ ആദ്യത്തെ ഞാൻ ചെല്ലുമ്പോൾ തറവാട് വീടായിരുന്നു. തറവാട് വീടിന്റെ അവിടെ ആയിരുന്നു റിഹേഴ്സൽ ക്യാമ്പ് ഇട്ടത്. അപ്പമാഷിന്റെ വീടെന്ന് പറയും. പിന്നീട് വീടിനടുത്ത് തന്നെ ഓഡിറ്റോറിയം ഒക്കെ പണിത് ക്യാമ്പ് ഉണ്ടാക്കി. ക്യാമ്പ് പിന്നീട് എല്ലാ നാടകങ്ങളും ആ വീടിനടുത്ത് തന്നെയുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു. ഞാൻ ആദ്യ നാടകം എഴുതിയിട്ട് വായിക്കാൻ ചെല്ലുന്ന സമയത്ത് ഇവൻ കുഞ്ഞാ, ഇവനവിടെ മുറ്റത്തൊക്കെ ഓടിക്കളിക്കുന്ന പ്രായമോ. അന്നോട്ട് ഇവനെ കാണുന്നതാണ്. അപ്പോൾ റിഹേഴ്സൽ ക്യാമ്പിലൊക്കെ ഇവൻ വന്ന് അവിടെ രാജേട്ടൻ ഇല്ലാത്തപ്പോൾ ആ കസേരമേൽ ഈ ഒരു ചാരി കസേരയുണ്ട്. അപ്പോൾ ഡയറക്ടറുടെ കസേരയിൽ ഇവനെ ഞങ്ങൾ ഇരുത്തും. രാജേട്ടനില്ല, നീ എവിടെ ഇരിക്കുന്നു പറഞ്ഞു. അവൻ അവിടെ ഇരുന്നിട്ട് നാടകം കണ്ട്. അപ്പോൾ കുട്ടിക്കാലം മുതൽ നാടക റിഹേഴ്സലും നാടകമായിട്ടൊക്കെ തന്നെയാണ് വളർന്നേക്കുന്നത്. വലിയ ബന്ധമുള്ളത്. അതെ അല്ലേ? ജുബിലി നാടക പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ അതോ നേരെ സിനിമയിലായിരുന്നോ? ഇല്ല, ഡാഡിച്ചന്റെ കൂട്ടത്തിൽ ഇങ്ങനെ നാടകം അസോസിയേറ്റ് ചെയ്യാനൊക്കെ നിർത്തുമായിരുന്നു. അപ്പൊ അന്നേരം നാടകത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഡാഡിച്ചൻ എന്നാണോ ഡാഡിച്ചൻ വിളിക്കുന്നത്? അതെ അതെ. അപ്പൊ ഡാഡിച്ചൻ ഇങ്ങനെ പറയും. പിന്നെ എപ്പോഴും എനിക്ക് തരുന്നൊരു ഉപദേശമുണ്ട്, നാടകം വളരെ സിമ്പിൾ ആയിരിക്കണം, ഡയലോഗൊക്കെ. ജൂബിലിയുടെയും അങ്ങനെ നാടകങ്ങളുടെ പ്രത്യേകത അതായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന, കണക്ട് ചെയ്യുന്ന. അർജുൻ പറയും, എൻ്റെ മറ്റേ ഉൾത്തടങ്ങളിൽ ഉണ്ടാകുന്ന മറ്റേ വികാരങ്ങൾ എനിക്ക് വിശക്കുന്നു, ഇത്രയും പറഞ്ഞാൽ മതി. മറ്റേത് മനസ്സിലാകത്തില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നാടകം. അത് നാടകം കൂടുതലും വളരെ സാധാരണപ്പെട്ട സ്ഥലങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കലയാണല്ലോ. അതെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുമായിരുന്നു. പിന്നെ ഒരു സ്റ്റേജിന്റെ പോളിസീസ് കാര്യങ്ങൾ ഒക്കെ എല്ലാം നാടകം സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തൊട്ട്, അല്ലെങ്കിൽ ഡാഡിച്ചനായിരിക്കും മിക്ക നാടകങ്ങളിലും ത്രെഡ് ഇങ്ങനെ കൊടുക്കുന്നത്. പിന്നെ അതായിരിക്കും ഡെവലപ്പ് ആകുന്നത്. ജൂബിലി ഇപ്പം കളിക്കുന്നുണ്ടോ? ഇല്ല, ജൂബിലി ഇപ്പോൾ ഒരു കഴിഞ്ഞ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ കൊറോണയ്ക്ക് ശേഷം പിന്നെ ചെയ്തിട്ടില്ല. കോവിഡിലാണ് നിന്ന് പോയത്. അതുവരെ ചെയ്തിട്ടുണ്ടല്ലേ? ഡാഡിച്ചൻ മരിച്ചതിന് ശേഷവും ജൂബിലി മുന്നോട്ട് പോയിരുന്നു. പിന്നീട് ഒരു പ്രാവശ്യം ഫ്ലഡിൽ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഫ്ലഡ് വന്നു. അടുത്ത പ്രാവശ്യം കൊറോണ വന്നു. പിന്നെ ചെയ്തു. 2 ഫ്ലഡും ഒമിക്രോണും ഒക്കെ ഇട്ട് 4-5 വർഷം ശരിക്കും എന്റർടൈൻമെന്റ് ഫീൽഡ് ശരിക്ക് ആടിയായിട്ട് സമയങ്ങളിലൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ചെയ്തില്ല. ഇനിയിപ്പോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയുടെയും അല്ലാണ്ട് ബിസിനസ്സും ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഗ്യാപ്പിൽ നോക്കിയിട്ട് വേണം ഇനി ചെയ്യാനായിട്ട്. വലിയ ആഗ്രഹമുണ്ട്. കാര്യം ഒന്നുമില്ലെങ്കിൽ എനിക്ക് ആ പേരല്ലേ ഇട്ടേക്കുന്നേ. അപ്പൊ ജൂബിലി നിന്ന് പോരുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അത് തുടങ്ങേണ്ടതാണ്. നാടകം ഈ വലിയ അധ്വാനമുണ്ട് കേട്ടോ. നാടകം നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രൂപ്പൊക്കെ നടത്തിയിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്ന ഒരു വലിയ അധ്വാനം അതിന്റെ ബാക്കിലുണ്ട്. അതിന്റെ ഒരു സിനിമ ഹിറ്റായ കിട്ടുന്ന പോലെയോ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ പ്രതിഫലം പോലെയോ ഒന്നുമുള്ള തിരിച്ചു കിട്ടലുകൾ ഭയങ്കര ഹിറ്റായെന്ന് പറഞ്ഞ നാടകത്തിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട്. നമ്മൾ മുടക്കുന്ന കാശ് തിരിച്ചു കിട്ടണമെന്നില്ല. ഇപ്പൊ 25 രൂപയൊക്കെ വരും ഒരു നാടകം തീരണമെങ്കിൽ.
25 നമ്മൾ ചെയ്യുന്ന നാടകത്തിന്റെ കോണ്ടന്റ് പോലെ ഇരിക്കും. ഒത്തിരി സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വേണ്ടതാണെങ്കിലും നല്ല പ്രൈസ് ആവും. റിഹേഴ്സലും ക്യാമ്പും വണ്ടിയൊക്കെ കൂടെ നല്ലൊരു 15 ലക്ഷം രൂപ. 15 കാര്യം ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ, ഇതേപോലത്തെ ഇത്രയും LED വാളും സിസ്റ്റംസും കാര്യങ്ങളും ഒരുപാട് എല്ലാം set വേദികൾ അങ്ങനെ പറഞ്ഞല്ലോ. പണ്ട് ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തില് പാലാരിവട്ടം അമ്പലം ഉത്സവങ്ങൾക്ക് നാടകം ഉണ്ടാവും. എളമക്കര, എട്ടുകാട്ടില്, അയ്യപ്പൻകാവ്, ഇവിടെ എല്ലായിടത്തും ഒരു നാടകം, ഉത്സവത്തിന് ഒരു നാടകം, ഗാനമേള. ഇപ്പൊ പ്രസ്ഥാനമേ ഇല്ലല്ലോ, ഓഡിയൻസ് ഇല്ല. ആ ഓഡിയൻസ് അങ്ങനെ ഒന്ന് നിലത്തിരിക്കാനൊന്നും തറയിലിരിക്കാൻ തയ്യാറുള്ള ആൾക്കാർ, റെഡി ആയിട്ടുള്ള ആൾക്കാർ. നമ്മളൊക്കെ ഞാനൊക്കെ കണക്കിന് നാടകം കണ്ടു. പാലക്കാട് പരിപാടിക്ക് പോകുമ്പോ പായ ചുരുട്ടി കൊണ്ടുവരുന്നവരുണ്ടായിരുന്നു. പാലക്കാടല്ലേ, എറണാകുളത്ത് അതെ, പായ ചുരുട്ടി തന്നെ വരുന്ന പായുടെ കഷ്ണം കൊണ്ടുവരും. അല്ലാതെ പൊതുവെ കൾച്ചർ ആയിരുന്നു അത്. രാത്രി നാടകത്തിന് പോകുന്ന പായ ചുരുട്ടി പോകുന്ന എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഓഡിയൻസ് വരുന്നത്. പായ ചുരുട്ടി വന്ന് അതോ അതിനിടെ മറ്റേ അട്ടാണിക്കടല വിൽക്കുന്ന ഒരാളുടെ ഒരു പാസിങ്ങും കാര്യങ്ങളും റെഡ് കർട്ടനും ഒക്കെ ആയിട്ട് താൻ പോയിട്ടുണ്ടോ നാടകത്തിന് ജുബില് എപ്പോഴെങ്കിലും? പിന്നെ ഞാൻ പോയിട്ടുണ്ട്. കൂട്ടത്തില് വണ്ടി നാടക വണ്ടി പോകുന്ന നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ ഈ പോകുമ്പോഴേ കണ്ടാകുന്ന ഈ വണ്ടിയിലുണ്ടാകുന്ന ഇപ്പൊ ചേട്ടന്റെ പരിപാടികളൊക്കെ കാണുമ്പോഴേക്കും ഉണ്ടാകുന്ന കൂടുതൽ മുഹൂർത്തങ്ങൾ ചേട്ടൻ പറയുന്നത് എല്ലാം ഈ നമ്മള് വണ്ടിയിൽ പോകുമ്പോൾ അല്ലേ? അതെ. അപ്പൊ ഇതങ്ങനെ കുറെ കാര്യങ്ങൾ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ഗ്യാപ്പിനൊക്കെ കയറി പോകുമായിരുന്നു നാടകവണ്ടിയില്. നമ്മുടെ എൻ്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിരുന്നു നാടകം. വീടിന്റെ മുറ്റത്തുനിന്നും കൂടെ പറയുന്നതിനകത്ത്. ഇപ്പൊ സിനിമ എത്ര എണ്ണം കഴിഞ്ഞു ജുബില്? ഞാനിപ്പോ ഒരു 36 സിനിമകൾ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു, മലയാളത്തിലും തമിഴിലുമായിട്ട്. തമിഴിൽ ചെയ്തു, 3 പടം ചെയ്തു. ഇപ്പൊ അടുത്തത് ശരത് കുമാർ സാറിന് ഓപ്പോസിറ്റ് വില്ലനായിട്ടൊരു പടം വിളിച്ചിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ഇയർ ജനുവരി കൊള്ളിച്ചതാണ്. പണ്ട് ബെന്നിച്ചേട്ടൻ ട്രൂപ്പ് എടുത്തിട്ടുണ്ടോ, നാടൻ ട്രൂപ്പ്? 15-ാം തീയതി നാടകം എന്ന് പറയുമ്പോൾ പുള്ളിക്ക് ടെൻഷനാണ്. കാരണം നാടകം ഉള്ള ദിവസം 1000 രൂപ കയ്യിൽ നിന്ന് പിരിച്ചുവിടാനായിട്ട് കൊച്ചിൻ മഹാത്മാ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ ഉണ്ട്, ബേബിച്ചനും ഞാനും കൂടി ആണ്. ഞാൻ തന്നെ എഴുതി സംവിധാനം. കൊച്ചിൻ മഹാത്മാ, അത് കൊച്ചിൻ സിദ്ധാർത്ഥ, അത് ഞാൻ തന്നെ എഴുതിയ നാടകം. ഇത് ദേശീയ മൃഗം, ഡോക്ടറോട് ചോദിക്കാം, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകങ്ങളാണ്. സലീമേട്ടന്റെ പെങ്ങടെ മോൻ ബിജു അതിൽ അഭിനയിച്ചിട്ടുണ്ടോ? ബിജു കൊച്ചിൻ സിദ്ധാർത്ഥയിൽ. ആർക്ക് ശ്രീനി ജയിക്കപ്പേട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞ ജയിക്കപ്പേട്ടന്റെ ഒക്കെ ട്രൂപ്പായിരുന്നു. അപ്പൊ എന്താ പറയുക, നാടകമുള്ള ദിവസം നമുക്ക് ടെൻഷനാ. അന്ന് കയ്യിൽ നിന്ന് 1000-2000 രൂപ കൂടി വെച്ചിട്ട് വേണം ട്രൂപ്പ് പിരിച്ചിടാൻ, മനസ്സിലായില്ലേ? അപ്പൊ ഇന്ന് നാടകം ഉണ്ടെന്ന് പറയുമ്പോ അയ്യോ. അത് ശരിക്കും ചെറിയ ട്രൂപ്പുകളാ കൂടുതലും. ഇവരുടെ എന്നൊക്കെ പറഞ്ഞ ഈ അതിലെ സ്റ്റാറുകളാ. ഒരു 10ഓളം ട്രൂപ്പുകൾ ഇവിടെ നിർബന്ധമായി ഇത്ര പ്രോഗ്രാം ചെയ്യും. അത് മാത്രമല്ല, ഈ സ്റ്റേജ് നമുക്ക് 1000 വേണ്ട, നമുക്ക് 200 രൂപ ഉണ്ടെങ്കിൽ പിരിച്ചുവിടാൻ. അവരുടെ 1000 രൂപ വേണമായിരുന്നു. ഞങ്ങൾ മറ്റേ മേജർ ആയതുകൊണ്ട് 200 രൂപ മതിയായിരുന്നു. എന്നാലും ചെലവുണ്ട് അല്ലെ, വലിയ പാടാ. അല്ല, പുതിയ ട്രൂപ്പുകളാകുമ്പോൾ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ ഇല്ലാത്തവർക്ക് എസ്റ്റാബ്ലിഷ് ആകാൻ വേണ്ടിയിട്ട് ഒരു ഏരിയയിൽ കളിക്കുക. അപ്പൊ തൃശ്ശൂർ കളിച്ചു കഴിഞ്ഞാല് അവിടെ ഇപ്പൊ ഒരു പാർട്ടി വരുമ്പോ നിസ്സാര കാശിനാണെങ്കിലും ചിലപ്പോ ആ ബുക്കിംഗ് എടുക്കും. കാരണം അവിടെ കളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രങ്ങൾ, പള്ളികളിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത്തരം ഏജൻസികൾ അവിടെ വരുത്തും. അപ്പൊ ആ റേറ്റ് നോക്കാതെ അവിടെ കളിക്കും. അപ്പൊ കയ്യിൽ നിന്ന് കാശ് വെക്കേണ്ടി വരും. അങ്ങനെയുള്ള പരിപാടികളാണ് വേണ്ടത്. ഇപ്പൊ ബെന്നിച്ചേട്ടൻ ആദ്യമായിട്ട് എഴുതിയ ഫസ്റ്റ് ബെൽ എന്ന് പറയുന്ന സിനിമയില് അച്ഛൻ ഇതല്ലേ നാടക ട്രൂപ്പിന്റെ? അതെ 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 അതെ, രാജേട്ടന്റെ ക്യാരക്ടർ, അതും നാടക ബേസിലാണത്. അതായത് നാടക ട്രൂപ്പ് ിലുള്ള ഒരു നാടക വണ്ടി, വക്കച്ചനോ അങ്ങനെ, വക്കച്ചൻ. അപ്പൊ നാടക ട്രൂപ്പ് നടത്തുന്ന നാടക മുതലാളിയായിട്ട് തന്നെയാണ് രാജൻ ചേട്ടന്റെ റോള്, വക്കച്ചൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രൂപ്പിൽ നടക്കുന്ന തലവേദനകളും പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ നാടക വണ്ടി പോയിട്ട് ഒരു സ്ഥലത്ത് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാവുന്ന വിഷയങ്ങളാണ് അതിന്റെ പ്രധാന വിഷയമായിട്ട് മാറുന്നത്. അപ്പൊ രാജേട്ടന്റെ ക്യാരക്ടർ, രാജേട്ടന്റെ ഒരു ആത്മകഥാംശം പോലെ തന്നെ ഉണ്ടാക്കിയ ക്യാരക്ടറാണത്. നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ ഈ നാടകം എന്ന് പറഞ്ഞ നമ്മുടെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അന്ന് ഈ സിനിമാ നടന്റെ മോൻ എന്നുള്ള ഒരു പ്രിവിലേജോ കാര്യങ്ങളോ ഒക്കെ ആരെങ്കിലും ചോദിച്ചിരിക്കുമായിരുന്നോ? അതോ ഈ അച്ഛൻ വില്ലനായിരുന്നല്ലോ? അതെ അതെ. അതൊക്കെ കൂട്ടുകാരൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമോ ആ സമയത്ത് സിനിമ കണ്ടിട്ടൊക്കെ? എനിക്ക് ഓർമ്മ, എന്റെ കുഞ്ഞിൽ എനിക്കൊന്നും, ഞാൻ UKG മറ്റു പഠിക്കുമ്പോഴാണ് ഇന്ദ്രജാലം സിനിമ നടക്കുന്നത്. അപ്പൊ അന്ന് തൊട്ട് എല്ലാവർക്കും ഈ ഇന്ദ്രജാലത്തിലെ വില്ലനോട് അങ്ങനെ ഒരു വെറുപ്പുണ്ടാവുന്ന ഒരു വില്ലനല്ലല്ലോ, ചെറിയൊരു ഇഷ്ടവും കൂടി അയാൾക്കൊരു ഹ്യൂമറൊക്കെ ഉണ്ട്. അതെ 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 അതെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു അങ്ങനെ ഒരു വെറുപ്പുണ്ടായിട്ടില്ല. എന്നാലും ഭയങ്കര ഭയങ്കര കട്ട മോഹൻലാൽ ഫാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ വന്ന് പറയും, നിന്റെ അപ്പനെ പിന്നെ കണ്ടോളാട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം. ഇനി നമുക്ക് ടെൻഷനുണ്ട്, ഇനി വഴിയെങ്ങാനും വെച്ച് ഇടിക്കൂ, ഞാൻ അപ്പന് വെച്ചേക്കുന്നത് എനിക്കിട്ട് കിട്ടുമെന്നൊക്കെയുള്ള അങ്ങനത്തെ ചെറിയ ടെൻഷനൊക്കെ കൊച്ചിലെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. അതാ അന്നോട്ട് ഇന്ന് വരെ, ഇന്നിപ്പോ സീറ്റിൽ ഇരിക്കുമ്പോ വരെ ആ ഒരു പ്രിവിലേജിലാണല്ലോ. അതെ. അച്ഛൻ്റെ കൂടെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ സിനിമകള്?
സിനിമ കണ്ടിട്ടുണ്ടോ ചോദ്യം അങ്ങനെയല്ല. നമ്മുടെ അച്ഛൻ അഭിനയിച്ച സിനിമകൾ കൊണ്ടുപോയി കാണിക്കുന്ന അദ്ദേഹത്തിന് അങ്ങനെ തിയേറ്ററിൽ പോകാനൊക്കെ പറ്റുമായിരുന്നോ? ഒരു സമയത്തൊക്കെ വലിയ പാടായിരുന്നു. കാര്യം ഒരു 90s മിഡ് 90s നല്ല തിരക്കായിരുന്നു. അങ്ങനെ തിയേറ്ററിൽ പോകുന്ന ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തൊമ്മനും മക്കളൊക്കെ ഞങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ടത്. അത് ഭയങ്കരമായിട്ട് പടം കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരെടുത്ത് പൊക്കി ഇങ്ങനെ ചേർത്തലയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ആ സിനിമയുടെ ഓർമ്മയുള്ളത്. പിന്നെ കരിമാടിക്കുട്ടന് അങ്ങനെയുള്ള സിനിമകളൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷെ വളരെ അപൂർവമായിട്ട് അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഈ നാടകം ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, സിനിമ നമ്മൾ പോകണമല്ലോ. ഞാൻ തിയേറ്ററിൽ പോയി എന്ന് ചോദിച്ച പോലെ തന്നെ ലൊക്കേഷൻ അനുഭവങ്ങൾ ഏതാണ്? ഏതൊക്കെ പടങ്ങളിൽ പോയിട്ടുണ്ടാവും ചെറുപ്പത്തിലൊക്കെ? ആദ്യം പോയ ലൊക്കേഷൻ ഏതാണ്? എൻ്റെ ഓർമ്മയിലുള്ളത് ഏറ്റവും ആദ്യത്തെ ഞാൻ കണ്ട ലൊക്കേഷൻ ലാൽ സലാമിൻ്റെ ലൊക്കേഷനായിരുന്നു. അതൊരു ചെറിയൊരു ഓർമ്മയുള്ളൂ, വളരെ ചെറിയൊരു ഓർമ്മ. പിന്നെ കുറച്ച് ഓർമ്മയുള്ളത് ആയിരപ്പറയുടെ ലൊക്കേഷനിൽ. പിന്നെ നല്ല ഓർമ്മയുള്ളത് തൊമ്മനും മക്കളുമായിരുന്നു. ആയിരപ്പറ കഴിഞ്ഞാൽ പിന്നെ അത്രേ ഉള്ളൂ. അതിനിടയ്ക്കൊക്കെ അങ്ങനെ വളരെ അപൂർവമായിട്ടൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ പോയിട്ടില്ല, ഞാൻ ഒട്ടും തന്നെ പോയിട്ടില്ല സിനിമ സെറ്റിലൊക്കെ. ഞാൻ ആ പടം കണ്ടേക്കുന്നത്. പിന്നെ സ്റ്റേജ് ഷോസൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൊണ്ടുപോകായിരുന്നു, അതിനൊക്കെ കൂടെ പോകും, കാണും. ഇനി രാജൻ പി ദേവ് സാറിന് ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള, ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള പ്രിയപ്പെട്ട സംവിധായകൻ രാജസേനൻ സാർ, അദ്ദേഹത്തെ ഓർക്കും. രാജൻ പി ദേവ് എന്ന് പറയുന്ന ആക്ടർ നാടകരംഗത്തെ ഒരു കിങ് ആയിരുന്നു എന്ന് തന്നെ പറയാം, ഒരു കിങ് സ്റ്റാർ ആയിരുന്നു എന്ന് തന്നെ പറയാം. അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വന്നിട്ട് എനിക്ക് പെട്ടെന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ പെട്ടെന്ന് ഏത് സിനിമകളിലൊന്നും അദ്ദേഹം ഇല്ലായിരുന്നു. പക്ഷേ ഈ അനിയമ്പാവ ചേട്ടമ്പാവയുടെ ഡിസ്കഷൻ സമയത്ത് ഈ പേര് കടന്നു വന്നു. പ്രത്യേകിച്ചും കാട്ടുകുതിര നാടകത്തിലെ അദ്ദേഹത്തിൻ്റെ കൊച്ചുവാവ എന്നോ അങ്ങനെ എന്തോ പേരുള്ളൊരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ആ കഥാപാത്രത്തിൻ്റെ ഒരു മെരിറ്റ് വളരെ വലുതാണ്. അപ്പോൾ അതിനകത്തും റാഫി മെക്കാട്ടിനും ഞാനും കൂടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അനിയമ്പാവ ചേട്ടമ്പാവയിൽ ഒരു റോള് തീർച്ചയായിട്ടും രാജൻ പി ദേവ് തന്നെയായിരിക്കും നല്ലത്. കാരണം ഏത് ഭാഷയും അദ്ദേഹത്തിൻ്റെ നാവിൽ കൂടി വഴങ്ങും. അനിയമ്പാവ ചേട്ടമ്പാവയിലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും പ്രസൻസും അത്യപൂർവമായിരുന്നു. പിന്നെ അങ്ങോട്ട് സത്യഭാമയ്ക്കൊരു പ്രേമലേഖനത്തിലും വളരെ പ്രധാനപ്പെട്ട റോളായിരുന്നു. പിന്നെ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം. രാജൻ പി ദേവ് എന്ന് പറയുന്ന ആക്ടറുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം വില്ലൻ ക്യാരക്ടർ മനോഹരമായിട്ട് ചെയ്യും, അതുപോലെ ഹ്യൂമർ ചെയ്യും. ഇപ്പോൾ അനിയമ്പാവ ചേട്ടമ്പാവയിൽ ആക്ച്വലി അവരൊരു വില്ലനിക്കാണെങ്കിൽ പോലും ടോട്ടൽ ഹ്യൂമറാണ്. അതിനകത്ത് മറ്റാര് ഹ്യൂമർ ചെയ്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രസാദ് സാറും രാജൻ പി ദേവുമാണ് ഹ്യൂമർ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അവർ ഹ്യൂമർ ചെയ്യുന്നില്ല, ആ സീക്വൻസ് എല്ലാം ഹ്യൂമറസ് ആണ്. പക്ഷെ അത് ഉൾക്കൊണ്ട് അദ്ദേഹം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഉന്നതനായ വളരെ വ്യത്യസ്തനായ ഒരു നടൻ തന്നെയായിരുന്നു രാജേട്ടൻ. ഇപ്പം രാജസേനൻ സാർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വില്ലൻ ഹ്യൂമർ എന്ന് പറയുന്നത് ഒരു രണ്ടഡ്ജി നിൽക്കുന്ന, അതെ അതെ, ഇടയിൽ എവിടെയല്ല, രണ്ടറ്റത്ത് നിൽക്കുന്ന, അത് രണ്ടും ഒരുപോലെ ചെയ്തിരിക്കുന്ന ഒരു സിനിമയിൽ തന്നെ അങ്ങനത്തെ ക്യാരക്ടറുകൾ ഇഷ്ടം പോലെ. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ പാണ്ടിപ്പടയിലെ കറുപ്പയ്യ എന്ന് പറയുന്ന കഥാപാത്രല്ലേ, പുള്ളി ഭയങ്കര പ്രശ്നക്കാരനാ ശരിക്കും. ഭയങ്കര അണ്ണൻതമ്പിയിൽ അങ്ങനത്തെ ക്യാരക്ടർ തന്നെ. ഗുണ്ട സംഘം ഉണ്ട്, സ്വന്തമായിട്ട് സംഘവും ഗുണ്ടയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചിരി വരുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. അല്ല, അത്രയും വില്ലനായിട്ട് നിന്നിട്ട് ദിലീപേട്ടൻ മറ്റേ തിരിച്ച് ഹിന്ദിയിലോ മറ്റേ സംസാരിച്ചു പറയുമ്പോ തിരിച്ച് ഇപ്പറോടെ കറങ്ങി വീട് വരും, വണ്ടി എടുക്കട്ടെ പളെ, പുള്ളി തകർന്നു പോകും അവിടെ, വില്ലനിസൊക്കെ പോയി. ഉണ്ട്. പിന്നെ ഞാൻ ഏതോ ഒരു പടത്തില് അദ്ദേഹത്തിന്റെ ഞാൻ ഒന്ന് രണ്ടോ ഒരു ഈശ്വരുണ്ട്, ഈശ്വര എന്ന് പറയുന്ന ഭയങ്കര രസമായിട്ട് പറയുന്ന അനിയമ്പാവ ചേട്ടമ്പാവയിൽ തന്നെ ഇവരൊരു വളരെ ഒരു സീരിയസ് സീൻ കഴിഞ്ഞിട്ട് അനിയമ്പാവ, അതായത് രാജേട്ടൻ പോയിട്ട് ചേട്ടമ്പാവനോട് പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ പോയിട്ട് കത്തെഴുതാം, വിവരത്തിന് കത്തെഴുതാം. പറയുമ്പോൾ പുള്ളി പറയും, അതിന് നിനക്ക് എഴുത്തും വായന അറിയില്ലല്ലോ. അല്ല, നിനക്ക് അതിന് എഴുതാൻ അറിയില്ലല്ലോ എന്ന് പറയും. ചോദിക്കുമ്പോൾ പറയും, ചേട്ടനതിന് വായിക്കാനും അറിയില്ലല്ലോ പറഞ്ഞിട്ട് അത് ലൈറ്റർ ആക്കാം. അത് നമ്മൾ നേരത്തെ ഈവൻ തൊമ്മന മക്കളില് നീ പഠിച്ചവനാ, അത് വളരെ സീരിയസ് ആയിട്ടാണ് അത് അത്രയും സെന്റിമെന്റ്സ് ഉള്ള ഒരു തിയേറ്ററിൽ വല്ലാതെ പഠിപ്പില്ല. അപ്പൊ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്നേക്കാൾ പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളത് നിങ്ങൾക്കാ, നീ 3ാം ക്ലാസ് പാസ്സായതാ. വളരെ വളരെ സെന്റിമെന്റ്സ് പറയുന്നത്. അയാള് ജെനുവിനായിട്ടാണ് അയാള് നോക്കുമ്പോ അയാളെക്കാൾ പഠിച്ചേക്കുന്നത് മക്കളാണ്, 3ാം ക്ലാസ് ആണെങ്കിലും. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ചോട്ടാ മുംബൈയിലെ പാമ്പെന്ന് പറയുന്നൊരു കഥാപാത്രം, ആ ഒരു വിസിലടിക്കുന്നുണ്ടല്ലോ,
ആ വിസിലടിച്ചിട്ട് വിളിക്കുന്ന പോലെ, അത് രായേട്ടൻ അന്നേരം ഷോട്ടിന്റെ സമയത്ത് പുള്ളി കയ്യിൽ നിന്ന് ഇട്ടതാണ്. അങ്ങനെ ആ വിസിലടിച്ചിട്ട് പറയുന്ന ലൈനിലുള്ള മകളെ വിളിക്കും. വിളിക്കുന്നതും ഇതൊക്കെയാണ്. നല്ല തിരക്കുള്ള സമയത്തും ഞാൻ ഈ പറഞ്ഞ ഈ സ്റ്റേജ്, സിനിമ, ഇതിന് രണ്ടിൻ്റെയും ഇടയിൽ ഏതോ ഒരു പോയിന്റിലുണ്ട് ടെലിവിഷൻ എന്ന് പറയുന്ന മീഡിയം. അവിടെയും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. ചെയ്ത സീരിയലും അല്ലേ, പൊന്നമ്മ ചേച്ചിയുടെ അല്ലേ ചെയ്തിട്ടുള്ളത് തന്മനസ്സുള്ളവർക്ക് സമാധാനം ആ സീരിയൽ. ആ സീരിയൽ ആദ്യം തുടങ്ങിയപ്പോൾ മുതൽ എന്നെ കണ്ട ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു. എനിക്കും അതിനകത്ത് അഭിനയിക്കണോടി എന്ന് പറഞ്ഞു എന്നോട്. ഇങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു എനിക്കും അഭിനയിക്കണോടി ആ സീരിയൽ എന്ന് പറഞ്ഞു. അന്ന് എല്ലാവരും കാണുന്ന സമയമല്ലേ. അപ്പോൾ അങ്ങനെ വന്ന് അതിനകത്ത് അവർ ഏഷ്യാനെറ്റുകാർ വിളിച്ച് അങ്ങനെ പോയി അഭിനയിച്ചാണ് തന്മനസ്സുള്ളവർക്ക് സമാധാനം. പിന്നെ സ്ത്രീ സീരിയലുണ്ടായിരുന്നു, അതിനകത്തുണ്ടായിരുന്നു രായേട്ടന്. ആ സമയത്ത് ഞാൻ 2 കഥാപാത്രം ചെയ്യുന്നുണ്ടായിരുന്നു ആ സീരിയലിൽ. 7 മണിക്ക് ഇത്തിരി കുശുമ്പും ഈ ഡബിൾ പ്ലേ കളിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു 7 മണിക്കത്തെ എൻ്റെ ക്യാരക്ടർ. 9 മണിക്ക് സമയം എന്ന് പറഞ്ഞ സീരിയലിൽ പാവം ഒരമ്മയായിട്ട്, നല്ലൊരമ്മ. അപ്പോൾ എൻ്റെ അടുത്ത് രായേട്ടൻ പറയായിരുന്നു, എടി നിനക്ക് ഈ 2 ക്യാരക്ടർ നിനക്ക് സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് പറയാൻ രായേട്ടൻ. രണ്ടും അന്ന് ആർക്കും അറിയില്ല ഞാനിങ്ങനെ ഒരു ഹ്യൂമർ, എനിക്കും അറിയത്തില്ലായിരുന്നു. ഇതൊക്കെ ദൈവം എവിടുന്ന് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ. ഞാനൊരിക്കലും ഹ്യൂമർ ചെയ്യുന്നതെന്ന് വിചാരിച്ചൊന്നും സിനിമയിൽ വന്ന ആളല്ല. എവിടെയെങ്കിലും ഒരു അമ്മ വേഷമൊക്കെ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ രാജേട്ടൻ്റെ ഒക്കെ പറയുന്നത് പോകുന്ന രീതിയിലാണ് ഞാൻ വരുന്നത്. പക്ഷേ എന്നെ ദൈവം വേറെ രീതിയിലോട്ട് മാറ്റി. അതിനുള്ള ഒരാളൊക്കെ ഇരിക്കുന്നു ഒക്കെ നല്ല കഥാപാത്രങ്ങൾ തന്ന്. ബെന്നി മേരിക്കുണ്ട് കുഞ്ഞാട്, ഡയറക്ടർ മേരിക്കുണ്ട് കുഞ്ഞാട്, പിന്നെ വാഴുന്നവരൊക്കെ നല്ല കഥാപാത്രങ്ങൾ തന്നിട്ടുള്ളതാണ്. ബെന്നിയൊക്കെ ആയാലും ഷാഫി സാറൊക്കെ ആയാലും. അപ്പോൾ അന്നേരനായിട്ടും പറയായിരുന്നു ആ രായേട്ടൻ്റെ നാവ് പൊന്നായി. അതൊക്കെ എനിക്ക് ഗുണം ചെയ്തു. അത് അന്നെന്തോ ഇത്ര ഒരു നമുക്ക് വേറൊരു സിനിമ ചെയ്ത് കാണിക്കുന്ന ഒന്നും എനിക്കതങ്ങ് വന്നില്ല. ചെയ്ത് കാണിച്ചൊക്കെ മിനിസ്ട്രിയിലായിരുന്നു. അതെല്ലാവരും കാണുന്ന സമയമായിരുന്നു. ഇപ്പോൾ ആരും കാണാറില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴത്തേക്ക് അതിലോട്ടായി ആൾക്കാർ കംപ്ലീറ്റ്. പിന്നെ രായേട്ടനെ സംബന്ധിച്ചെന്ന് പറയാൻ, രായേട്ടൻ ഭയങ്കര കുടുംബസ്നേഹിയായിരുന്നു. എവിടെ പോയാലും ചാന്തമ്മയും മക്കൾ, ഇത് കാര്യം എപ്പോഴും പറയാറുള്ളത്. പക്ഷേ എനിക്ക് എപ്പോഴും ഞാൻ വല്ലപ്പോഴും സങ്കടപ്പെടാറുണ്ട്. രായേട്ടനെ, എടി ഞാൻ മരിച്ചു പോയാൽ നീ ചാന്തമ്മേനൊക്കെ വിളിച്ചേക്കണം കേട്ടാ എന്നോട്. ഞാൻ പറഞ്ഞു പിന്നെ അങ്ങ് മരിക്കുമല്ലയോ, എല്ലാവരും അങ്ങ് മരിച്ചങ്ങ് പോകുമല്ലയോ എന്നൊക്കെ ഞാനങ്ങ് ദേഷ്യപ്പെട്ടു. പക്ഷെ രായേട്ടൻ അത്രയും ഒരു വയ്യാതിരിക്കാന്നൊരവസ്ഥ നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞൊരു പടം സുരേഷ് ഗോപിയുടെ ഒപ്പം ഞാൻ അഭിനയിക്കുമ്പോൾ സിഗരറ്റ് വലിക്കുമ്പോൾ സുരേഷേട്ടൻ വന്ന് എടുത്ത് ദൂരെ കളയും. കളയില്ല എന്ന് ഭയങ്കരമായിട്ട് ഒച്ചമ്പളൊക്കെ ഇടും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പോയി അകത്തിരുന്ന്. അപ്പോൾ ശാന്തേച്ചി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സിഗരറ്റ് വലിക്കുന്ന ഒന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കിയേക്കണേ, വലിക്കുന്ന ഡോക്ടർ പറഞ്ഞേക്കുന്നേ, സുരേഷേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സുരേഷേട്ടൻ വന്നതൊക്കെ എടുത്ത് കളയും. വന്നിട്ട് ഞാൻ ആടേതേ രായേട്ടൻ സിഗരറ്റ് വലിക്കുന്നുണ്ട് എന്നെ അവിടെ ചീത്ത വിളിക്കും രായേട്ടൻ. അങ്ങനെ എന്നെ പറയാം, എന്നെ ഒരു എനിക്ക് എന്താ പറയുക, എനിക്ക് പറയുമ്പോൾ സങ്കടം വരും. രായേട്ടൻ ഒന്നും ഇല്ലെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എവിടെയോ ഷൂട്ടിംഗ് സ്ഥലത്ത് എവിടെയോ ഉണ്ട് രായേട്ടൻ. ജൂബിലി, ഇപ്പം അമ്മയെ പറ്റി പറയാണ്ട് ഞാൻ ചെയ്യണം. അതായത് ഇങ്ങനെ ഒരു വീടിനടുത്തൊരു നാടക ക്യാമ്പ് നടത്തുക. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ 2 അതിഥി വരിക എന്ന് പറയുന്നത് തന്നെ ഇത്രയും ഓർഡർ ചെയ്യാവുന്ന ഹോട്ടൽ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഉള്ളൊരു കാലത്ത് തന്നെ സത്യത്തിൽ ഈ കോളിംബെല്ല് കേൾക്കുമ്പം പേടിയുള്ളൊരു കാലത്തിലേക്ക് നമ്മളിപ്പോൾ എത്തി. ഇവിടുന്ന് ബാക്കിലോട്ട് ആ ഒരു സമയത്ത് എപ്പോഴും ആളുള്ളൊരു വീടായിരിക്കുമല്ലോ അത്. എന്താ ഈ ട്രൂപ്പ് വണ്ടിയൊക്കെ തിരിച്ച് വീട്ടിലോട്ടാണ് വരുന്ന ഒരു ഓഫീസ് ഉണ്ടായിരുന്നോ വേറെ? അല്ല, സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് വേറെ ഒരു ഓഫീസും സ്റ്റേ ഉണ്ടായിരുന്നു. നേരത്തെ അങ്കിള് പറഞ്ഞ മറ്റേ മുനിസിപ്പൽ ലോഡ്ജ് ചേർത്തലയിലെ അവിടെ ആയിരുന്നു അവർക്കെല്ലാം റൂം എടുത്തയച്ചത്. അതിനുശേഷം ചേർത്തലയിൽ ഞങ്ങളൊരു പ്രോപ്പർട്ടി മേടിച്ചു നാടകത്തിന് വേണ്ടി മാത്രം. അവിടെ വലിയൊരു ഓഡിറ്റോറിയം പണിതു. അതിൻ്റെ 2 സൈഡിലും ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ക്യാമ്പും കാര്യങ്ങളും ഫെസിലിറ്റീസും. അതായത് ഇപ്പോൾ അവർക്കൊരു ഒരാഴ്ച നിൽക്കണമെങ്കിൽ പോലും അവിടെ ഫുൾ അതിൽ നിൽക്കാനുള്ള കിച്ചണും കാര്യങ്ങളും എല്ലാമായിട്ട്. ആ കോമ്പൗണ്ടിന്റെ തൊട്ട് ചെന്നൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. ആ ഗസ്റ്റ് ഹൗസ് ആണ് കുറച്ചുകൂടി വലുതാക്കി ഞങ്ങൾ വീടാക്കിയിട്ട് ഞങ്ങളും ആ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം അങ്ങനെ എപ്പോഴും ആളുണ്ടാവും. നാടകം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ വെളുപ്പിന് വന്നിട്ട് ആ സമയത്തൊക്കെ ചിലപ്പോൾ വണ്ടി കിട്ടത്തില്ല. അതുകൊണ്ട് ഇവർ ക്യാമ്പിൽ വന്നിട്ട് പിറ്റേന്ന് രാവിലെ പയ്യെ പോയാൽ മതി എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അവർക്ക് പിറ്റേന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ എത്ര പേരുണ്ടാകും എന്നുള്ളത് രാവിലെ മനസ്സിലാക്കി അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കും. അയ്യോ, അങ്ങനെ ജൂബിലിയിൽ അങ്ങനെ ഒരു അവർ പുറത്തുനിന്ന് കഴിക്കണം, അങ്ങനെ ചില ട്രൂപ്പുകളുണ്ട്. അത് ക്യാമ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ചിലവൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല. നാടകം കഴിഞ്ഞ് രാത്രി കഴിഞ്ഞാൽ ഉത്തരവാദിത്തം ഫലത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അതെ അതെ. വീണ്ടും ഇതുണ്ട്, ചിലർക്ക് പണ്ട് സ്പോട്ടിൽ വരുന്നതിന് പൈസയില്ല, ഓഫീസിൽ നിന്ന് പുറപ്പെട്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ, ഇടയിൽ നിർത്തുന്നതിനും പോകുന്നതിനും ഒക്കെ. അത് പക്ഷെ ട്രൂപ്പിനൊക്കെ ഒരു കാലത്ത് അത്രയും ചായക്ക് 10 രൂപ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 2ാമത്തെ മീൻ വറുത്തത് മേടിച്ച ട്രൂപ്പിന്റെ ഉത്തരവാദിത്തത്തിലല്ല, ഒന്നെന്ന് പറയുന്ന സമയമുണ്ട്. അവിടെ ഈ രാജേട്ടനെ പോലുള്ള ആളുകൾ സിനിമയിൽ നിന്നും മറ്റും പണം സമ്പാദിച്ചിട്ട് ഇവിടെ കൊണ്ട് ചെലവാക്കും.
അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. നാടകം മാത്രം നടത്തി ജീവിക്കുന്ന നമ്മൾ ആരെയും നാടകത്തിൽ പ്രതി ആരും പറയാൻ അത്രേ അതിന് അതെ, ലാഭത്തിന് വേണ്ടിയല്ല. വരുമാനം ഉള്ളൂ. അത് വെച്ച് ചെയ്യുന്നതിനകത്ത് എല്ലാവർക്കും അത്രയും സൗകര്യങ്ങൾ കൊടുത്തുവിടാൻ പറ്റൂല. ഇതിപ്പോ മറ്റൊരു ജോലി, ഞാൻ കുറെ കൊല്ലം സലീം കുമാറേട്ടന്റെ ട്രൂപ്പിലായിരുന്നു. ഈ സലീമേട്ടൻ സിനിമാ നടൻ, ഇതിന്റെ ഓണർ സിനിമാ നടനായതുകൊണ്ട് ചില സ്ഥലത്ത് നമ്മൾ രാത്രി കഴിക്കാൻ പോയി കഴിയുമ്പോൾ അവര് ഉച്ചത്തെ അന്നദാനം കഴിഞ്ഞതൊക്കെ എടുത്ത് എവിടുന്നേലും വെച്ച് കഴിച്ചിട്ട് കഴിയുമ്പം നിങ്ങൾ ഹോട്ടലിൽ കഴിച്ചോ പറഞ്ഞിട്ട് പോകുന്ന പറയാവുന്ന ഒരു ഓണർ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ട്രൂപ്പിന്റെ ഭാഗ്യമാണ്, അല്ലേ? ഓഡിറ്റോറിയം ബിൽഡിങ്ങും പണിത് കൊടുക്കുന്ന ട്രൂപ്പിനോടൊരു കെയറിങ്, നാടകത്തിലുള്ളവരോട് കെയറിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ എയർബസ്, ഒരു ട്രൂപ്പിന് എയർബസ് വിത്ത് പുഷ് ബാക്ക് സീറ്റ് എടുത്തത് ജൂബിലി ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കറിയത്തില്ല വേറെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത്. സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലായിരിക്കും പുഷ് ബാക്ക് സീറ്റ്. അതെ അതെ, സ്വന്തം വണ്ടി. അന്ന് ഏഷ്യർ എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടേ ഉള്ളൂ. അവരുടെ ഒരു വണ്ടി എടുത്ത് അതിന് എയർ സസ്പെൻഷനൊക്കെ കയറ്റി പുഷ് ബാക്ക് സീറ്റാക്കി. അതായത് 32 സീറ്റിന്റെ വണ്ടി എടുത്തിട്ട് 22 സീറ്റാക്കി, അത്രയും സ്പേഷ്യസ് ആക്കി, റിലാക്സ് ആക്കിയിട്ട് പുഷ് ബാക്ക് സീറ്റ് ആക്കിയിട്ട് മറ്റേ ഫുഡ് റെസ്റ്റ് ഉൾപ്പെടെ വെച്ചിട്ട്. അപ്പോൾ അടിച്ചും പറഞ്ഞു, ഞാനൊക്കെ പണ്ട് നാടകം കഴിഞ്ഞ് വന്നിട്ട് ഈ സീറ്റിൽ, അന്ന് മറ്റേ ഇങ്ങനെ സ്കൂൾ ബസ്സിന്റെ കൂട്ട് സീറ്റാണല്ലോ പണ്ടത്തെ വണ്ടി, ഇതിലിരുന്നൊന്ന് ഉറങ്ങാൻ ഭയങ്കര പാടുപെടുമായിരുന്നു. പക്ഷെ എൻ്റെ സ്റ്റാഫ് അത് അങ്ങനെ അനുഭവിക്കരുത്, അവർ സുഖമായിട്ട് ഉറങ്ങി ഇവിടെ വരണം, തിരിച്ച് ക്യാമ്പിലോട്ട്. അങ്ങനത്തെ ഒരു മുതലാളി ഉണ്ടാവല് വലിയ ഭാഗ്യമാണ്. ഞാനൊരു ട്രൂപ്പിലൊരിക്കൽ ഒരു കൊല്ലം കളിച്ചതിനകത്ത് വണ്ടിക്കകത്ത് മുഖത്തോട് മുഖം നോക്കിയിരിക്കണം, നടുക്കലത്തെ സീറ്റ് ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടുന്ന് കാസർഗോഡ് വരെയൊക്കെ വേർത്തിന്റെ മുഖം കണ്ടോണ്ട് പോകണം. അത് നമ്മൾ 4-5 ദിവസം ഉറക്കം നിൽക്കുന്ന കാരണം ബ്ലഡ് പ്രഷർ കൂടിയിട്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യവും ഇടി ഉറങ്ങിയിട്ട് കാലെടുത്ത് മറ്റവന്റെ മടിയിലേക്ക് വെക്കും. അവൻ രാത്രി ഇടിക്കും. പിന്നെ പട്ടയെന്ന് പറഞ്ഞ് വണ്ടിക്കകത്ത് കിടന്ന് ഇടിയും വേളുമായിട്ട് പോയിട്ടുന്ന അവസ്ഥകളുണ്ട്. അവിടെ ചെയ്തു. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ അമ്മയുടെ ഒരു എഫേർട്ട് നമ്മൾ പറയാതെ പോകാൻ പറ്റില്ല കേട്ടോ, ഇത്രയും. കാരണം പിന്നെ സിനിമയിലാണെങ്കിലും അന്നൊക്കെ നല്ല ട്രാവലില്ലേ, വീട്ടിൽ വരെ അത്ര ഫ്രീക്വന്റ് ആയിരിക്കുമല്ലോ ഒരു സമയത്ത്. ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഓർത്ത്, അതായത് ഈ ട്രൂപ്പിൽ എപ്പോഴും നമ്മൾ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റിനെ നോക്കിയാണല്ലോ വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ ആരെങ്കിലും ഒരാൾ ഇത്തിരി ദേശീയക്കാരനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്ര നോക്കിയാലും ആരെങ്കിലും ഒരു കൊല്ലം ഒരു പ്രശ്നക്കാരൻ വെച്ച് ഉണ്ടാകണം. അപ്പോൾ ഈ ട്രൂപ്പ് സെക്രട്ടറി ആയിട്ട് അടിച്ചാൽ അയാളെ പിടിച്ചാക്കിക്കളയും. പിന്നെ പുള്ളിക്കാരോട് മഴക്കിടാൻ പറ്റിയല്ലോ, അതിന് പുള്ളിനെ ഏൽപ്പിച്ചേക്കണല്ലോ. എന്തെങ്കിലും മഴക്കുണ്ടായ പുള്ളിയാണ്, നിങ്ങളങ്ങനെ ചെയ്യരുത്, എൻ്റെ ഉത്തരവാദിത്വമാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതിലിടപെട്ട് നന്നായി പൊക്കുള്ളൂ. അങ്ങനത്തെ കുറെ ഈ കൊനിഷ്ഠ പിടിച്ച കുറച്ച് ബുദ്ധിയൊക്കെ കാണിക്കുമായിരുന്നു. അമ്മ ഇതിലേതിലെങ്കിലും അഭിപ്രായം പറയുകയോ ചോദിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു? നാടകത്തിലോ സിനിമയിലോ അഭിനയത്തെ പറ്റിയോ ഒക്കെ അതിന്റെ ഒരു നമ്മൾ വീട്ടിൽ പറഞ്ഞു കേൾപ്പിക്കുകയോ ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ 100% വീട്ടമ്മയായിരുന്നോ? നാടകം കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അഭിപ്രായം പറയും. നാടകം ഇനാഗ്രേഷന്റെ സമയത്ത് ചേച്ചി വന്ന് കാണാറുള്ളൂ. അതുവരെ റിഹേഴ്സൽ ക്യാമ്പിലോട്ട് അധികം പകുതി വെച്ചൊന്നും കാണുമൊന്നുമില്ല. മൊത്തത്തിൽ കാണാന്നുള്ള രീതിയിൽ ഇനാഗ്രേറ്റ് ചെയ്യുമ്പോൾ മൊത്തം നാടകം കണ്ടു കഴിഞ്ഞാൽ ഇത് ഓടുമെങ്കിൽ ചേച്ചി അപ്പോൾ പറയും, ഈ പ്രാവശ്യം നാടകം കൊളുത്തും, അല്ലെങ്കിൽ അത്ര പോരട്ടാന്ന് കൃത്യ അഭിപ്രായം പറയുമായിരുന്നു. അങ്ങനെയുള്ളൊരു ജഡ്ജ്മെന്റ് ഒക്കെ ഉള്ള ആളായിരുന്നു ചേച്ചി. 9 മക്കളും ഷൂട്ട് നടക്കുമ്പോഴേ ആളാരാന്ന് പറയുന്നില്ല, രാജേട്ടൻ്റെ ഒരു ബന്ധു അഭിനയിക്കാൻ വന്നു അതിനകത്ത്. അപ്പോൾ ആളെ മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഇതിലും ഭേദം പറയാതിരിക്കുന്നതാണ്. കോമഡി ഇത്രേ ഉള്ളൂ. ഈ ഇദ്ദേഹം രാജേട്ടനെ അടിക്കുന്ന സീനാ. അപ്പൊ ഇവര് തമ്മിൽ എന്തോ ഒരു ചെറിയൊരു വഴക്കോ എന്തോ ഉണ്ടായിട്ടുണ്ട് നേരത്തെ. അപ്പൊ രാജേട്ടൻ പറയണ്ട ഷോട്ടിന് മുമ്പ്, നീ പഴയ വൈരാൻ വെച്ച് ശരിക്കും എനിക്കിട്ട് താങ്ങരുത് കേട്ടോ. അത് നമ്മുടെ പ്രേക്ഷകരോട് ഞാൻ ഇത്രയും പറഞ്ഞു പോയത് കൊണ്ട് ശരിക്കും അദ്ദേഹം ഇന്ന് വരേണ്ടതായിരുന്നു. അതികഠിനമായ പനി മൂലം അദ്ദേഹത്തിന് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പറ്റാതിരുന്നതാണ്. നമ്മുടെ ബൈജു ചേട്ടനാണ്, സംവിധായകനാണ്, അഭിനേതാവാണ്, ഒക്കെയാണ്. ഇടക്കാലത്ത് ബൈജു ചേട്ടന് ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ട്രൂപ്പിലിടയ്ക്ക് രാജേട്ടൻ ഗസ്റ്റായിട്ട് വരുമായിരുന്നു. ഞാനൊക്കെ അതില് ആ ട്രൂപ്പിൽ പല പരിപാടികൾക്ക് പോയിട്ടുണ്ട്. അത് വലിയ ഷോ ചെയ്യുള്ളൂ. പുള്ളി പിടിച്ച് കണ്ടമംഗലം അമ്പലത്തിൽ വലിയ ഷോ, നാട്ടിലുള്ള സർവ്വ ആർട്ടിസ്റ്റുകളൊക്കെ വിളിച്ച് ഷോ ചെയ്യുന്ന പരിപാടിയിലൊക്കെ ട്രൂപ്പുകൾ നടത്തിയിട്ടുണ്ട്. അത് ബൈജു എഴുകുന്ന ചേട്ടനാണ്. ഞാന് ഇത്രയും വർഷം ബൈജു പറയാൻ എന്താ വെച്ചാല് ഇവര് തമ്മിൽ ചെറിയൊരു പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ബൈജു അപ്പൊ തന്നെ എന്താണ് അങ്ങനെ പറയണമെന്നൊക്കെ പറഞ്ഞു വിട്ടു. നമുക്കറിയാം ഇവര് തമ്മിലുള്ള ബന്ധം, പക്ഷെ TV ഓഡിയൻസിന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിടികൊടുക്കാതെ പിടിവിട്ടു പോയി. പക്ഷെ എല്ലാവരും ഈ ബൈജു എഴുവന്ന
ഞങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പിൽ ഈ ആദ്യ നാടകം ഞാൻ പറഞ്ഞില്ല തിരുവനന്തപുരം, ആ സമയം തൊട്ട് റിഹേഴ്സൽ ക്യാമ്പിൽ വന്ന് നാടകം കാണാൻ വേണ്ടിയിരിക്കും, റിഹേഴ്സൽ കാണാനൊക്കെ വേണ്ടിയിരിക്കും. അഭിനയിക്കണം, നാടകത്തിൽ അഭിനയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് രായേട്ടനോട് പറയും, എന്നോട് പറയും. അങ്ങനെ രായേട്ടൻ പറയടാ നീ പഠിക്കണല്ലേ, പഠിത്തമൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തും. കോയിൻസിഡൻ്റലി എന്ന് പറഞ്ഞാൽ ഈ ബൈജു എഴുപന്ന ആദ്യമായിട്ട് അഭിനയിക്കുന്നതും എൻ്റെ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന സിനിമയിലാണ്. അതിലാണ് ഗീതാ വിജയന്റെ ഒരു കോമ്പിനേഷനിൽ ഒരു സീനിലൊക്കെ ബൈജു അഭിനയിക്കുന്നത് ഫസ്റ്റ് ബെല്ലാണ്. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. ഞാനുമായിട്ട് ഇടയ്ക്ക് വെളിയും ഈ സ്റ്റേജ് പരിപാടി ഉണ്ടായിരുന്നത് കൊണ്ടും ഇതുണ്ട്. അതിൽ എനിക്കെപ്പോഴും ഞാൻ ബൈജുചേട്ടൻ ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എല്ലാ പരിപാടിയും എല്ലാം കൃത്യമായിട്ട് എഴുതി വെക്കുകയും സമയത്തെത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എനിക്കതിൽ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല, എല്ലാം കൃത്യമായിട്ടൊക്കെ എത്തണം. ഇനി അഥവാ എന്തെങ്കിലും പറ്റിയാലും എനിക്ക് എങ്ങനെയോ എല്ലാം ഇണങ്ങി കിട്ടാറുണ്ട്. അറിയാതെ ഒരു ദിവസം ഞാൻ 2 പരിപാടി എടുത്തു, ഒരു ദിവസം ഒരേ ഡേറ്റിന്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവസാനം ഞാൻ വിളിച്ചന്വേഷിച്ചപ്പം ഒരു പരിപാടി 6 മണിക്ക് കൊല്ലത്ത് എവിടെയോയും 11 മണിക്ക് അവിടെ നിന്ന് എനിക്ക് ഓടി എത്താവുന്ന ദൂരെയാണ് രണ്ടാമത്തെ പരിപാടി. രണ്ടാമത്തെ കോഴിക്കോടാണ്, ചുറ്റിപ്പോയില്ലേ. ഇത് യാദൃച്ഛികമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. അതേപോലുള്ള ഒരു അനുഭവം ഈ ബൈജുചേട്ടൻ ഉണ്ടായിട്ടുണ്ട്. അതായത് അദ്ദേഹം ചോറ്റാനിക്കര ഭാഗത്ത് എവിടെ ഒരു വലിയ മെഗാ ഷോ ഈ ബൈജു എഴുപന്നച്ചേട്ടൻ പിടിച്ചിട്ട് ഞാൻ പുറത്ത് എവിടെയായിരുന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആളെ വിളിച്ചിട്ട് ഡേറ്റ് കൊടുത്തേക്കെന്ന് എങ്ങാണ്ട് പറഞ്ഞു. അവൻ എന്നോട് പറയാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല. വന്നപ്പോൾ പുള്ളി വിളിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ആ ദിവസം ഞാൻ തൃശ്ശൂർ, എനിക്ക് പ്രോഗ്രാം ഉണ്ട്, ഞാൻ പൊക്കോണ്ടിരിക്കുമ്പോൾ മൊബൈലൊക്കെ വന്നിട്ടുണ്ട്, എന്നെ വിളിക്കുക. ബൈജുചേട്ടൻ്റെ കോൾ 1 വന്നു, ഞാൻ എടുത്തില്ല, 2 വന്നു. അപ്പം എനിക്ക് ഈ ബെല്ലടിക്കുമ്പോഴാണ് എനിക്ക് ദൈവമേ ചോറ്റാനിക്കര ഇന്ന് പ്രോഗ്രാം ഉണ്ടല്ലോ എന്ന് ഓർക്കുന്നത്. ഞാൻ ഓടി അങ്കമാലി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 4 ബെല്ലടി കഴിഞ്ഞപ്പോൾ, ഇന്നൊരു സത്യം കൂടെ പുള്ളി മനസ്സിലാകും, 4 ബെല്ലടി കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് എന്തേലും പറയാൻ നിർത്തി ഫോൺ എടുത്ത് ഹലോ എന്ന് പറഞ്ഞു. ബൈജുചേട്ടൻ പുറപ്പെട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പുറപ്പെടണ്ട, നമ്മുടെ ഷോ മാറ്റി വെച്ചു, ഇവിടെ ഒരു ചെറിയ മരണം ഉണ്ടായി, അതുകൊണ്ട് ഷോ മാറ്റി വെച്ചു, വെരി സോറി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പുറപ്പെട്ടു പോയല്ലോ ഏട്ടാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ച് അങ്ങനെ രക്ഷപ്പെട്ട ട്രൂപ്പിന്റെ ഓണറാണ് ബൈജുചേട്ടൻ. വീണ്ടും നമുക്ക് രാജംദേവ് സാറിനെ കുറിച്ച്, പ്രിയപ്പെട്ട മെക്കാട്ടിൻ സാർ. അദ്ദേഹത്തിൻ്റെ വിയോഗം വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ഏതോ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ എന്നോട് പറഞ്ഞു, കണ്ണിന് കാഴ്ച പോയി തുടങ്ങി, ഒരു കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്, ഫൈറ്റ് ചെയ്തപ്പോൾ പോയതാണ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് രാജേട്ടൻ വീണ്ടും ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ഫൈറ്റ് ചെയ്ത് പോയതല്ല ശരിക്കും, അത് ഡയബറ്റിക് സംബന്ധമോ മറ്റോ ആണ്, എന്തോ പറഞ്ഞു. ഞാനിപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കണില്ല. ശാരീരികമായി വളരെ കുഴപ്പത്തിലാണ് ഞാൻ, എനിക്ക് കണ്ണ് കാഴ്ച ശരിക്കില്ല ഇപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു കോമഡിയും അവിടെ ഉണ്ടായി. രാജേട്ടൻ ആള് മാറി ഒരാളുടെ പോയി ഷോൾഡറിൽ കൈയിട്ട് ചെവിയിലെന്തോ ഒരു രഹസ്യം പറഞ്ഞു. പെട്ടെന്ന് അയാൾ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കി രാജേട്ടൻ ഞെട്ടിപ്പോയി. ഉദ്ദേശിച്ച ആളായിരുന്നില്ല. അപ്പം എന്നോട് പറഞ്ഞു, മോനെ ആകെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ഇത് എത്ര കാലം ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് പിരിഞ്ഞത്. എനിക്കൊന്ന് ലവിൻ സിംഗപ്പൂരാണെന്ന് തോന്നുന്നു ആ പടം. അത് ആ ലൊക്കേഷൻ കാരക്കുടിയായിരുന്നു, അവിടെ വെച്ചാണ് പറഞ്ഞത്. അപ്പോൾ വലിയൊരു ആർട്ടിസ്റ്റ്, ഏത് നേരവും ഊർജ്ജസ്വലനായി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഇത്രയും തളർന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിൽ ഒരുപാട് വിഷമം തോന്നി. എന്തായാലും ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു വലിയ മനുഷ്യനാണ് രാജേട്ടൻ. ഈ മുല്ലപ്പൂക്കൾ ചുവന്നപ്പോൾ എന്നുള്ള നാടകത്തിനാണല്ലോ ആദ്യമായിട്ട് അവാർഡ് കിട്ടുന്നത്, സംസ്ഥാന അവാർഡ്. അത് കാട്ടുകുതിരയ്ക്ക് മുമ്പല്ലേ? അല്ല, കാട്ടുകുതിരയ്ക്ക് ശേഷം. കാട്ടുകുതിരയ്ക്ക് ശേഷമാണ്. ഈ കാട്ടുകുതിര എല്ലാവരും പറയുന്ന ഒരു സിനിമ പോപ്പുലർ ആവുന്ന പോലെ കേരളത്തില് ജനകീയമായ ഒരു നാടകമാണെങ്കിലും അതിനല്ലാന്ന് തോന്നുന്നു. കാട്ടുകുതിരക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടിയില്ല. മത്സരത്തിൽ പങ്കെടുത്തെങ്കിലും ആ വർഷം MS തൃപ്പൂണിത്തറക്ക് വേറൊരു നാടകത്തിലാണ് ബെസ്റ്റ് ആക്ടറായിട്ട് കൊടുത്തത് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ അത് രാജേട്ടന് അന്നേരം ഭയങ്കര വിഷമമായിരുന്നെങ്കിലും പിന്നീട് മുല്ലപ്പൂക്കൾക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നീട് കിട്ടിയത് എൻ്റെ നാടകം അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതിയിൽ 2ാമത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അങ്ങനെ 2 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അന്നും ഈ കാട്ടുകുതിരക സിനിമയായപ്പോൾ രാജേട്ടന്റെ വേഷം, രാജനല്ല ആ വേഷം ചെയ്തേന്നുള്ളതും വലിയ സങ്കടമായിരുന്നു എന്നുള്ളത്. അയ്യോ, ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഏതെങ്കിലും ഒരു വേഷത്തിലേക്കെങ്കിലും വിളിക്കുമെന്നുള്ളൊരു ആഗ്രഹം പുള്ളിക്ക് ഉണ്ടായിരുന്നു. അതായത് കൊച്ചുവാവ കിട്ടിയില്ലെങ്കിലും കൊച്ചുവാവയുടെ അച്ഛൻ്റെ ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടല്ലോ, കൊച്ചുരാമൻ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വേഷത്തിലേക്ക് എന്നുള്ള രീതിയിൽ SL പുരത്തിനൊക്കെ ചെന്ന് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ
പുള്ളിനെ എന്തോ അതിൽ വിളിച്ചില്ല. പക്ഷെ അതിന് ആ ഒരു എന്തോയേ ഉള്ളൂ ഇല്ല, കാരണം അതൊരു വിധിയാണ്. അത് ട്രൂപ്പിൽ നിന്ന് മാറിയല്ലോ, രാജേട്ടൻ സൂര്യസ്വാമിന്ന് മാറി ഹരിശ്രീയിൽ പോയി. അപ്പൊ വേറൊരു ആർട്ടിസ്റ്റായി മാറിയല്ല, സൂര്യസ്വാമിയുടെ ആർട്ടിസ്റ്റ് അല്ല എന്നുള്ളൊരു പരിഗണന കൊടുക്കാതെ പുള്ളിനെ ഒഴിവാക്കിയിട്ട് അന്ന് പിന്നെ രാജേട്ടൻ സിനിമയിൽ സ്റ്റാർ ആയിട്ടില്ല. അപ്പൊ ഒരു പുതുമുഖത്തിന് വെച്ചിട്ട് കൊച്ചു ആവ ചെയ്യണ്ട എന്ന് വിചാരിച്ചു കാണും. പിന്നെ ഒരു പക്ഷേ തിരിച്ചൊരു കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കണം, അങ്ങനെ വരുന്ന ചില സാധനങ്ങള് നമ്മളിപ്പോ സിനിമയിൽ ചെയ്താലും അത് നാടകത്തിൽ ചെയ്യുന്നത് ഇത്ര നാള് ചെയ്തത് അതുപോലെ സിനിമയിൽ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പിന് ഒരു കാരണം കിട്ടിപ്പോവും. അതെ അതെ, ആളുകൾക്ക് ഇപ്പൊ അതിനേക്കാൾ ഉപരി അന്ന് ഡിസ്ട്രിബ്യൂഷൻ എടുക്കല് ഒരു പ്രധാനപ്പെട്ട നടനെയൊക്കെ നോക്കിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത് സിനിമയുടെ വ്യാവസായികമായ കാര്യം. ഞാനൊരു കലാകാരൻ എന്നുള്ള നിലയില് ഇപ്പൊ വാനപ്രസ്ഥം പോലൊരു പടത്തില് ഒരു എസ്റ്റാബ്ലിഷ്ഡ് കഥകളി നടൻ ലാലേട്ടനോടൊപ്പം കഥകളി കളിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു അത്ഭുതമായിട്ട് ആരും പറയില്ലല്ലോ. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ജോലി വേറൊരു ആർട്ടിസ്റ്റ് സ്ക്രീനിൽ ചെയ്തു എന്നേ പറയുള്ളൂ. അങ്ങനെ പറഞ്ഞു പോകാമായിരുന്നു. അതുകൊണ്ടായിരിക്കും വേറൊരു സിനിമ വരുന്നതും വേറൊരു വേഷം വരുന്നതും ചെയ്തു പോകുന്നതും. ഇതിന്റെ ഷൂട്ടിംഗ് നിങ്ങളുടെ വീടിന്റെ അടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറമാണ് എൻ്റെ മെയിൻ ലൊക്കേഷൻ, കൊച്ചുവാവയുടെ തറവാടായിട്ട് കാണിക്കും, കാട്ടൂതുര. അതെ. അപ്പോൾ അതിൽ പോകുമ്പോഴത്തേക്കും എല്ലാ ദിവസവും ഈ യൂണിറ്റ് വണ്ടികളും കാര്യങ്ങളും ഇങ്ങനെ ഒരു ജാഥയായിട്ടാണല്ലോ പോകുന്നത്. അതിങ്ങനെ പോകുമ്പോഴത്തേക്കും അപ്പം ഇന്ന് എൻ്റെ മൂത്ത പെങ്ങളുണ്ട്. അപ്പോൾ ആളെ എടുത്ത് ഇങ്ങനെ എളിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഡാഡിച്ച് ഇങ്ങനെ ഈ വണ്ടി പോണത് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എല്ലാ ദിവസവും. ഡാഡിച്ച് ഇങ്ങനെ പറയും, മമ്മി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു എന്നുള്ളത്. കാര്യം ഇത് ദൂരെ എവിടെയോ ആണെങ്കിൽ പോലും അത്രയും വിഷയമില്ല. അപ്പോൾ പറയുന്ന ഇതിൽ ഈ പോകുന്നൊരു വണ്ടിയിൽ എന്നെ കയറ്റിക്കൊണ്ടുപോയി ഞാൻ ചെയ്യേണ്ട ഒരു വേഷമല്ലായിരുന്നു എന്ന് ഞാൻ അങ്ങനെ ഒത്തിരി വിഷമിച്ച് നിൽക്കുമായിരുന്നു ഈ വണ്ടി പോണ കാണുമ്പോഴത്തേക്കെന്ന് പറഞ്ഞ് എപ്പോഴും പറയുമായിരുന്നു. എൻ്റെ ആദ്യ വർഷമാണ്. അപ്പോൾ എൻ്റെ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുഃഖം മുഴുവനും പങ്കുവെച്ചേക്കണ കൂടുതൽ എൻ്റെ അടുത്താണ്. അപ്പം ഞാനത് ആശ്വസിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ രാജേട്ടൻ അത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് ചെയ്തു കഴിഞ്ഞാൽ ആ നാടകത്തിൽ ചെയ്ത പോലെ തന്നെ സിനിമയിലും ചെയ്തു എന്നുള്ള, നാടകം ചെയ്തത് ലോകം മുഴുവൻ കണ്ടതാണ്. കണ്ടാണ്. അതങ്ങനെ പെട്ടെന്ന് രാജേട്ടൻ ചെയ്യാതിരിക്കുമ്പോഴാണ് രാജേട്ടനെ കുറിച്ച് വീണ്ടും ഡിസ്കഷൻ വന്നത്. പിന്നെ നമ്മൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ രാജേട്ടന് വേറെ പടങ്ങൾ വരും, ഞാൻ എഴുതുന്ന പടത്തിലൊക്കെ അഭിനയിക്കാനായിട്ടുള്ള രീതിയിലൊക്കെ വരും, വെറുതെ ഒരു ഭംഗിവാക്ക് പറഞ്ഞാണ്. അന്ന് സിനിമ എഴുതുമെന്ന് പോലും എന്റെ സ്വപ്നത്തിലില്ല. എന്നാലും ഞാൻ പറഞ്ഞു ഞാനൊക്കെ എഴുതുന്ന സ്ക്രിപ്റ്റിലൊക്കെ രാജേട്ടൻ അഭിനയിക്കും. ഈ തമ്പിനാട് എന്ന് പറയുന്ന പടത്തിലെ ജനാർദ്ദൻ ചേട്ടൻ ചെയ്ത വേഷം ശരിക്കും രാജേട്ടന് വേണ്ടി ആലോചിച്ചിട്ടുള്ളതാണ്. അതെ, അതെന്താന്നാ, രാജേട്ടൻ അസുഖബാധിതനായിട്ട് വീട്ടിൽ വയ്യാണ്ടിരിക്കുന്നു. അപ്പൊ ഈ അസുഖമുള്ള കാര്യം പുള്ളി പുറത്ത് പറയില്ല, ആര് വിളിച്ചാലും പറയില്ല. കാരണം ഈ പിന്നെ പടത്തിൽ അഭിനയിക്കാൻ വിളിക്കാതിരിക്കുമോ എന്ന് ഭയന്നിട്ട് പറയില്ല. അപ്പോൾ ബ്ലഡൊക്കെ വോമിറ്റ് ചെയ്തു എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞ് സുഖവിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു എടാ ഇങ്ങനെ വയ്യാണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചട്ടമ്പിനാട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിലെന്താണ് എനിക്ക് റോളില്ലേന്ന് വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു രാജേട്ടൻ റെസ്റ്റ് ചെയ്യും, പിന്നെ പൊള്ളാച്ചിയിലും അവിടെയൊക്കെ ഷൂട്ടിങ്, അതിലൊക്കെ ഇനി റെസ്റ്റ് ചെയ്യാതെ ആരോഗ്യം നോക്ക്. എടാ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, അത് വീട്ടിലിരുന്നാൽ കൂടുതൽ രോഗിയായിട്ട് മാറും, പടം ഉണ്ടെങ്കിൽ ആക്റ്റീവ് ആവുള്ളൂ, നീ അതിൻ്റെ അകത്ത് ക്യാരക്ടർ എഴുതി വെച്ചോ, ഞാൻ വന്ന് ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ ഈ വയ്യാണ്ടിരിക്കണത് കൊണ്ട് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാണ് കസേരയിലിരിക്കുന്ന ഒരു പഴയകാല റൗഡി. അയാൾ ആ കസേരയിൽ ചുമന്നുകൊണ്ട് കിടക്കുന്ന ശിഷ്യന്മാർ, ആ പഴയ പ്രതാപമൊക്കെ പറയുന്ന ആ കഥാപാത്രം ഉണ്ടാക്കിയത് രാജേട്ടന് വയ്യാത്തതുകൊണ്ട് രാജേട്ടനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ്. പക്ഷെ ആ പടം ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വിട്ടുപോയി. ഈ ഇങ്ങനെ ഒരു സിനിമാ സംഭാഷണത്തില് ഈ കുഞ്ചാക്കോ ബോബൻ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. കാരണം സിനിമ കൊണ്ട് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് മാറി നിൽക്കുന്ന സമയത്ത് വീട്ടിൽ പോയി വിളിച്ച് സിനിമയെ കൊണ്ടുവരികയും ഇത്രയും കാലങ്ങൾ നിൽക്കുകയൊക്കെ ചെയ്തു. അപ്പം അദ്ദേഹം ഇല്ലാത്തൊരു സിനിമാ ചർച്ചയിൽ ഒരിക്കൽ ചാക്കോച്ചനെ പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു സിനിമാക്കാരൻ പറഞ്ഞു അത് ഒരു പ്രകൃതിയുടെ ആവശ്യമാണ്. ഇയാളുടെ അച്ഛനും മുത്തച്ഛനും സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത അത്രയും സിനിമയിൽ നിന്നും ഉണ്ടാക്കിയത് മുഴുവൻ സിനിമയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടുന്ന് ഒരാൾ സിനിമയിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ ആവശ്യം പോലെയാണ് നിൽക്കുന്നതെന്ന്. മറ്റൊരിക്കൽ മുകേഷ് ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് NN പിള്ള എന്ന് പറയുന്ന മഹാനടൻ. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞൊരു പടം അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടിയത്, ആ പടത്തിൽ അദ്ദേഹം പോപ്പുലറായിട്ട് അതിലൂടെ ബാക്കിലോട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും എല്ലാ കാലത്തും ഓർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ 35 പടങ്ങൾ ഇപ്പോൾ തമിഴിൽ ഉൾപ്പെടെ സിനിമകൾ ജുബില് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജുബില് സിനിമകളിൽ ഉണ്ടാകുക, സിനിമയിലെ വലിയൊരു ഭാഗമായി മാറുക, ഇത്രയധികം സിനിമ ചെയ്യുക, ഒരുപാട് ഭാഷകളിലേക്കൊക്കെ പോകുക എന്ന് പറയുന്നത് സിനിമയുടെയും കൂടെ ഒരു ബാലൻസിങ് ആണ്. ഇപ്പോൾ ബെന്നിച്ചേട്ടൻ പറഞ്ഞതുപോലെ രാജേട്ടൻ അങ്ങനെ കൊടുത്തത്രയും തിരിച്ചെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക്
സംശയമുണ്ട്. നാടകത്തിന് നിങ്ങളിപ്പോൾ ചെയ്തു എന്നൊക്കെ പറയുന്നവരുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലേ, ഒരാളും കൂടെ ഉള്ളത് അഭിനയത്തിലൊക്കെ എന്തെങ്കിലും പരിപാടികളുണ്ടോ? അതെ, ഉണ്ട്. അനിയന് അവനും സിനിമകൾ ചെയ്യുന്നുണ്ട്. സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു അത്തരത്തിലുള്ളൊരു ബാലൻസിങ്ങിന്റെ ഭാഗമാണ്. ജുബിലിനും ഈ പറഞ്ഞതുപോലെ ഒരുപാട് മികച്ച വേഷങ്ങൾ, ഈ പറഞ്ഞ ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു. വില്ലൻ എന്നുള്ളതിനപ്പുറം നർമ്മമാണെങ്കിലും ക്യാരക്ടർ റോളുകളാണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാനും കഴിഞ്ഞു. ആ വഴികളിലൂടെ എല്ലാം വളരെ സക്സസ്ഫുള്ളായ ഒരു വലിയ അഭിനയ യാത്ര ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഒപ്പം ഓർമ്മയിലെന്നും രാജൻ പി ദേവ് എന്ന് പറയുന്ന ഈ ലക്കത്തിലെത്തിയ നമ്മുടെ അതിഥികളെല്ലാം ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ നൽകിയ ഷാഫി സാർ, അദ്ദേഹത്തിൻ്റെ മികച്ച ചിത്രങ്ങളിലെ രാജൻ പി ദേവ് ചെയ്ത മികച്ച കഥാപാത്രങ്ങളും മറ്റ് സിനിമകളിലെ കഥാപാത്രങ്ങളെയും വ്യക്തം എന്ന വ്യക്തിയുമെല്ലാം ഇവിടെ ഓർത്തു. നാടക പാരമ്പര്യത്തിൽ നിന്ന് തന്നെ വന്ന പൊന്നമ്മ ചേച്ചി ആദ്യ സിനിമയിലെ ആദ്യ വേഷം അദ്ദേഹത്തോടൊപ്പം അഭിനയിച്ചത് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒരു സന്തത സഹചാരിയായി ഒപ്പം നിന്ന് വളരെ തുടക്കം മുതൽ നാടകം, സിനിമ തുടങ്ങിയ എല്ലാ മേഖലയിലും സഹയാത്രികനായി ഒപ്പമുണ്ടായിരുന്ന ബെന്നിച്ചേട്ടൻ ഇപ്പം നമ്മളോടൊപ്പം ഒരുപാട് ഓർമ്മകൾ പങ്കുവച്ചു. ഒരു കാലഘട്ടം മുഴുവൻ ഇവിടെ അനുസ്മരിക്കപ്പെട്ടു. ഓർമ്മയിലെന്നും രാജൻ പി ദേവ് എന്ന ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ആൽബം സൈനി. വളരെ പ്രിയപ്പെട്ട രാജൻ പി ദേവ് സാറിന്റെ മകൻ ജുബിൽ രാജൻ പി ദേവിന് അമൃത TV നൽകുന്ന ഒരു ഉപഹാരം ബെന്നി പി നായരമലം സമ്മാനിക്കുന്നു. അരങ്ങിലും അബ്രപാളിയിലും അഭിനയ മികവിനുള്ള അപരനാഭമായി മാറിയ രാജൻ പി ദേവ് സാറിനെ കുറിച്ചുള്ള ഓർമ്മയിലെന്നും എന്ന പരമ്പരയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്.